ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, നാളെയാണ് പൊങ്കാല. അപ്പോൾ ഇത് വൈകുന്നേരം സമയം, ഇപ്പോൾ ഒരു 4 മണി 4:30 ആയി. ഒരുക്കങ്ങൾ ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട്. തൂക്കൽ പരിപാടി, മുറ്റമൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. എങ്കിലും വെള്ളമൊക്കെ ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് ശുദ്ധീകരിക്കണം. പിന്നെ പുറത്തെ കാഴ്ച എന്ന് പറയുന്നത് റോഡ് നോക്കിക്കോളൂ. ഇപ്പോൾ റോഡൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണല്ലോ. പക്ഷേ ഇവിടെ ഇങ്ങനെ നമ്മൾ വെള്ളം നേരത്തെ അവിടെ കുറച്ച് ഒന്ന് ക്ലീൻ ചെയ്തു പുറത്ത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇതുണ്ട്. ചെറിയൊരു മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് വെള്ളമുണ്ട്. ഇവിടെ ഇത്രയും സ്ഥലം ബുക്ക് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും സ്ഥലം ബുക്കിംഗ് ആണല്ലോ. കല്ല് വെച്ചിട്ട് കയറ് കെട്ടി വെച്ചിരിക്കുകയാണ്. നാളെ വരുന്നവർക്ക് വേണ്ടി നേരത്തെ റിസർവ് ചെയ്യണം കുറച്ച് സ്ഥലം. അവർ വിളിച്ച് പറയുന്നുണ്ട് കുറച്ച് സ്ഥലം മാറ്റി വെക്കണേ എന്ന് പറയും. ആ സൈഡൊക്കെ ആൾക്കാർ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ സൈഡ് ഇച്ചിരി നമ്മളൊന്ന് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ആ സൈഡിലേക്ക് നോക്കൂ. സ്വന്തം വീടിൻ്റെ നടയിൽ ഇടാൻ പാടില്ല എന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ദേവിയുടെ ക്ഷേത്ര നടയിലൊക്കെ അല്ലേ പണ്ടൊക്കെ പോയി ഇടുന്നത്. അപ്പോൾ ഇതിങ്ങനെ എക്സ്പാൻഡ് ചെയ്താണല്ലോ ഇവിടം വരെയൊക്കെ എത്തി. ഇവിടവും കഴിഞ്ഞ് പേരൂർക്കട ഭാഗത്തും അങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്ത് പല ഭാഗത്തേക്കും പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഗേറ്റിൻ്റെ നട എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗമാണ്. അപ്പോൾ ഞാൻ ഇരിക്കുന്നത് കുറച്ച് പുറത്തോട്ട് മാറിയിട്ടാണ് ഈ സൈഡിലേക്ക്. അപ്പോൾ എന്തായാലും ഇവിടെ ചെറിയ തണലുണ്ട്. നമ്മുടെ നിത്യകല്യാണിയുടെ ഒരു ചെറിയൊരു സഹായം കിട്ടും. ഇവിടെയൊക്കെ കുറച്ച് തണലുണ്ടാവുമല്ലോ. എല്ലാ പ്രാവശ്യവും ഞാനും അനുക്കുട്ടിയും ഇവിടെയാണ് ഇരിക്കുന്നത്. പ്രാവശ്യം അനുക്കുട്ടിയില്ല, അതുകൊണ്ടൊരു വിഷമമുണ്ട്. ഞാൻ സാധാരണ പായസം ഇടും, നമ്മൾ സാധാരണ ശർക്കര പായസം. അനുക്കുട്ടി പാൽപ്പായസമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇപ്രാവശ്യം അനുക്കുട്ടിക്ക് വേണ്ടി ഞാൻ പാൽപ്പായസം ഉണ്ടാക്കുന്നുണ്ടാവും ഇതിനോടൊപ്പം. അത് ഞാനിങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിച്ചു, അനുക്കുട്ടി ഇല്ലാത്തതുകൊണ്ട് അനുക്കുട്ടിക്ക് വേണ്ടി ആ പായസം ഞാൻ ഉണ്ടാക്കണം ദേവിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതും ഉണ്ടാകും. അപ്പോൾ ഞാൻ 2 കലം ഉണ്ടാകും, എനിക്ക് എൻ്റെ പായസവും അനുക്കുട്ടിയുടെ പായസവും. ഓക്കെ. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തേനെ കണ്ട് വ്യത്യാസമായിട്ട്, കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ തന്നെയായിരുന്നു. കാര്യം നമ്മുടെ പുടുമോൾ വന്നതിന് ശേഷം പുടുമോളുടെ ടോയ്സ് കാര്യങ്ങൾ, കുഞ്ഞുങ്ങളുടെ ഡ്രസ്സൊക്കെ ഉള്ളതുകൊണ്ട് വീടിനകത്ത് കുറച്ചൊരു ക്ലട്ടറാണ്, കുറച്ച് റൂംസ്. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ഡൈനിങ് ഹാളിൽ വെച്ച് അധികം നമുക്ക് സെർവ് ചെയ്യാനൊന്നും പറ്റില്ല ഭക്ഷണം. അതുകൊണ്ട് നമ്മൾ പുറത്തൊരു കൗണ്ടർ പോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഇയറും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ വരുന്നവർക്കൊക്കെ ഇരിക്കാനായിട്ട് കുറച്ച് കസേരയും കൂടി പുറത്തൊക്കെ ഇടാമല്ലോ. കുറച്ച് അകത്തിരിക്കാം, ബാക്കി കുറേ പേർക്ക് പുറത്തിരിക്കാം. അപ്പോൾ കുറേ പ്ലാസ്റ്റിക് ചെയർസും കൂടി എടുത്തിട്ടിട്ടുണ്ട്. അത് റെൻറ്റിന് കിട്ടുമല്ലോ, അപ്പം മേടിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗം നല്ല ഗ്രീനറിയാണ്. അത് അവിടെ ചെറീസും നിത്യകല്യാണിയും പിന്നൊരു നെല്ലിക്കാമരമാണിത്. എന്താ പറയുക, ഇങ്ങനെ അരിനെല്ലിക്കാന്ന് പറഞ്ഞു. പക്ഷെ അത് കായ്ക്കാറൊന്നുമില്ല കേട്ടോ. കാര്യം അവൻ്റെ ദേഹത്തേക്ക് പാരസൈറ്റ് പോലെ നിത്യകല്യാണി പടർന്ന് കയറിയപ്പോൾ അദ്ദേഹത്തിന് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി എന്ന് തോന്നുന്നു. എന്താണെന്നറിയാം, അതോ ഇനി ആണാണോ എന്നറിയില്ല. ആൺപെൺ വ്യത്യാസമുണ്ടല്ലോ ചെടികളിലും. അപ്പോൾ ഇതാണ് കൗണ്ടർ. അപ്പോൾ ഇപ്പോൾ ഇവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഒന്ന് വെള്ളമൊക്കെ ഒന്നുകൂടി ഒന്ന് ശുദ്ധീകരിക്കാം. വെള്ളത്തിന് ഫോഴ്സ് കുറവാണ്. ഇപ്പം വേനൽക്കാലമല്ലേ, കുറച്ച് പാടാ. എന്നാലും വെള്ളം ഒഴിക്കുമ്പോൾ നമുക്കൊരു കുളിർമയല്ലേ. കയ്യിൽ മാത്രമല്ല, നമുക്കിങ്ങനെ ആ തറയ്ക്കൊക്കെ എന്ത് സന്തോഷമായിരിക്കും ഇപ്പോൾ വെള്ളം ഇങ്ങനെ വീഴുമ്പോൾ അല്ലേ. കുറച്ച് കുറവാണ്. സാധാരണ ഈ പടിക്കെട്ടിലെല്ലാം ആൾക്കാർ ഇരിക്കുന്നുണ്ടാവും കേട്ടോ. നോർമലി എല്ലാ പ്രാവശ്യവും അങ്ങനെയാണ്. എല്ലായിടത്തും നമ്മളിങ്ങനെ എല്ലാവരും ഇരിക്കും. പൊങ്കാലയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടൊരു ടയർഡാകുന്നൊരു സമയമുണ്ടല്ലോ, റിലാക്സിങ് ടൈം. പാവപ്പെട്ട ചെടിക്ക് കുറച്ച് വെള്ളം കിട്ടുന്നുണ്ട്. ഇവിടുത്തെ എല്ലാ ചെടിയും ഈ വേനലിൽ കുറേയൊക്കെ പട്ടുപോയി. അലോവേറ മാത്രം വലിയ കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നു പാവം. ബാക്കി ആ പുല്ല് പോലെയുള്ള എല്ലാം എക്സ്ട്രാ പുല്ല് വളർന്നതാണ്. എങ്കിലും ആ പുല്ല് പോലും ഉണങ്ങിപ്പോകുന്ന ചൂടാണ്. പാം ട്രീ ഒക്കെയാണ്. ഇതിനൊന്നും അധികം വെള്ളം വേണ്ടെന്ന് തോന്നുന്നു. ഇതൊരു നമ്മളെന്താ പറയുക, വൃത്തിയാക്കലിനൊപ്പം തന്നെ ഒരു ശുദ്ധീകലശം എന്നൊക്കെ പറയില്ലേ, അതുപോലെ പലതരം അഴുക്ക് കാര്യങ്ങൾ, അശുദ്ധിയൊക്കെ ഉണ്ടാവില്ല, അതെല്ലാം മാറും. ഈ ഒരു ദിവസം റോഡിലാണെങ്കിൽ എന്ത് ചെയ്താലും ആരും ഒന്നും പറയില്ല. നമുക്ക് കുറച്ചൊരു ഫ്രീഡം കിട്ടുന്ന പോലെയാണ്. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയൊന്നും ഇങ്ങനെ ഇറങ്ങില്ലല്ലോ. ഈ സമയം ആയതുകൊണ്ട് ഫ്രണ്ട്ലി നെയ്ബർഹുഡ് ആരും പുറത്തില്ല. കുറച്ച് ഏളിയാണിത്. ഞാൻ 4:30. മുകളിലേക്കൊക്കെ നിറച്ച് പോകുന്നുണ്ട്, പക്ഷെ അത് നമുക്ക് എത്തില്ല കേട്ടോ. അവിടെ ഇഷ്ടം പോലെ മൊട്ട് പൂവെല്ലാം ഉണ്ട്. മുകളിൽ പടർന്ന് കിടക്കും. അയ്യോ, എൻ്റെ തലയിൽ കൂടി വെള്ളം. വാശേട്ടൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലും കൂടെ കഴുകി കൊടുക്കും. ചേട്ടൻ ഇറങ്ങി വന്നിട്ടില്ല എങ്കിലും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു. കംപ്ലീറ്റ് ക്ലീനിങ്. കല്ലൊക്കെ നമ്മുടെ വീട്ടിൽ പഠിക്കൽ തന്നെ എത്തിക്കാൻ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഞാൻ നോക്കിയേ, എന്നോട് ചോദിച്ചിട്ട് പോയതാ. അപ്പോൾ 4 അടുപ്പ് ചോട്ട്, അപ്പോൾ 12 കല്ല്. ഓക്കെ, അകത്തോട്ട് വെച്ചാൽ മതി. അവിടെ വാശേട്ടനും ശോഭൻ ചേച്ചി ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഇതാരും മറ്റെല്ലാം വെള്ളമൊക്കെ ഒഴിച്ച് കഴുകിയിരിക്കുന്നു. സർപ്രൈസ്.
ഈ പൊങ്കാല സമയത്ത് കുറേ ആൾക്കാർ പൊങ്കാല ഇടാൻ വരുമല്ലോ. കേരളത്തിൻ്റെ പല പല ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യക്കകത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരാറുണ്ട്. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ എന്നെ കാണാൻ വരാറുണ്ട് കേട്ടോ ഇവിടെ. അവരെ വീടൊക്കെ ഏകദേശമൊക്കെ ഒരു ഐഡിയ വെച്ചിട്ട് ലക്ഷ്മി ചേച്ചിയുടെ വീടെന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ ചിലരൊക്കെ വരുന്നുണ്ട്. അതൊരു വലിയ സന്തോഷമാണ് അവരെയൊക്കെ കാണാൻ പറ്റുന്നത്. അങ്ങനെ അതും ഒരു സന്തോഷമുള്ള കാര്യമാണ് പൊങ്കാലയുടെ സമയത്ത്. അപ്പോൾ ഏതാണ്ട് ക്ലീനിങ് ജോബൊക്കെ ഓൾമോസ്റ്റ് ഓവർ. ഇനി പച്ചക്കറി വരാനുണ്ട് നാളത്തേക്കുള്ള ഭക്ഷണത്തിൻ്റെ. അതാണ് ഇനിയുള്ള കാര്യം. ഡ്രസ്സൊക്കെ മാറി ഒരു 5:30 ആകുമ്പോൾ നമുക്ക് ആ ഭാഗത്തേക്ക് പോകാം. 5:36 സാധനങ്ങളൊക്കെ വാങ്ങണ്ടേ, പൊങ്കാല സാധനങ്ങൾ. ഈ വെജിറ്റബിൾസും എത്തി. യെസ്, ആ ചൂട്ടും ഗോതമ്പും കൂടെ കൊണ്ടുവന്നല്ലോ അല്ലേ നാളത്തെ സദ്യക്കുള്ള. സദ്യ മീൻസ് പായസമില്ലാത്ത സദ്യ. ദേവിയുടെ നമ്മുടെ വരുന്ന പൊങ്കാലയ്ക്ക് വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സദ്യ. പ്ലാസ്റ്റിക് വിമുക്ത പൊങ്കാല എന്നാണ് പറയുന്നത്. പ്ലാസ്റ്റിക്കൊക്കെ അകത്തോട്ട് കളയണം. അങ്ങനെ കുളിച്ച് ഡ്രസ്സെല്ലാം മാറി ഇറങ്ങിയിരിക്കുകയാണ്. വീണ്ടും സാരിയെല്ലാം ഉടുത്തിറങ്ങുന്നു. വൈകുന്നേരത്തെ പൊങ്കാല ഷോപ്പിംഗ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാഴ്ചകളും കാണാം. ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ജനസാഗരമാണ്. റോഡിൻ്റെ പല ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന ഈ ഒരു റോഡിൽ ഈ നമ്മുടെ കോളനിക്ക് ചുറ്റുവട്ടത്ത് കൂടി പഴവങ്ങാടി ഗണപതി കോലം വരെയുള്ള റോഡുണ്ടല്ലോ, അതാണ് റൂട്ട്. ഓക്കെ, ഇറങ്ങുന്നു. ഈവനിങ് വാക്ക്, പൊങ്കാല ഷോപ്പിംഗ്. ഇവിടെ ഇപ്പോൾ വളരെ പീസ്ഫുള്ളായിട്ട് സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്. അങ്ങോട്ട് പോകുമ്പോൾ കാണാം കേട്ടോ തിരക്ക്. അയ്യോ, ഭയങ്കര തിരക്കാണ്. എവിടുന്ന സ്ഥലം? ചവറ. ഹലോ. ഓ, സന്തോഷം. അമ്പലത്തിൽ ഇതേ ഇങ്ങനത്താണോ നല്ലത്? വട്ടം കൂടുതലുള്ളതാണോ നല്ലത്? കുടുവ ഇതാണോ നല്ലത്? എനിക്ക് പക്ഷേ നാഴി അരി ഇടും. ആണോ? 1/2 കിലോ എഴുതാണല്ലേ? ഇതാണ് നല്ലത്. അല്ല, ചെറുത് മതിയാ? ഓക്കെ. ഇത് ഓട്ടയൊന്നും വേണമല്ലോ അല്ലേ? എനിക്ക് എപ്പോഴും ചോർച്ച വരും ചില സമയം. വെള്ളമൊക്കെ ഒഴിച്ച് പരീക്ഷ ഒരു സമയത്തല്ലേ ഉള്ളൂ. സന്തോഷം. കുറെ കൂടെ തിരക്കുകളിലേക്ക് ഇതിനകത്തേക്ക് പോകും. രാമേന്ദ്രയുടെ ബാക്കിൽ. ഓ, താങ്ക് യു. അടിപൊളി ബ്യൂട്ടി വ്ളോഗ്സ് ഒക്കെ അടിപൊളി. ഓ, താങ്ക്സ്. ഫോട്ടോ എടുക്കട്ടെ? റെഡ് കളർ മാച്ചിങ്. സാരിക്ക് മാച്ചിങ് ഒരിടത്തും ഇല്ല ഇപ്പോൾ. ബിഗ് ഷോപ്പ് ഈ കടയിൽ മാത്രമേ കിട്ടിയുള്ളൂ. എത്രയായത്? ഹായ് ഹായ്. മാസ്റ്റേഴ്സിൽ മാത്രമേ ഇപ്പോൾ ബിഗ് ഷോപ്പറുള്ളൂ. തടിയൻ തോർത്തല്ലേ? ആ, അത് കൊള്ളാം. നോക്കട്ടെ ഒരു മിനിറ്റ്.
കൊടുക്കാൻ പറ്റുമോ നോക്കട്ടെ. നമ്മുടെ പറ്റും. അപ്പോഴേ എന്താ വില? 50. 2 തരും കേട്ടോ. കൂടുതലും സ്ത്രീകൾ തന്നെയാണ് ഈ നിരത്തുകളെല്ലാം കൈയടക്കിയിരിക്കുന്നത്. കാരണം ഇത് അവരുടെ ഉത്സവമാണ്. ഞാൻ ഉൾപ്പെടെ സ്ത്രീകളെല്ലാവരും തന്നെ ഇവിടെ വരുന്നിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളും സന്തോഷപൂർവ്വം കാഴ്ചകളെല്ലാം കണ്ട് വഴിയോടെ കച്ചവടക്കാരിൽ നിന്നും സാധനങ്ങളൊക്കെ വാങ്ങിയും, കാര്യം പല പല കാര്യങ്ങൾ നമുക്ക് വാങ്ങാനുണ്ടാവുമല്ലോ, അതൊക്കെ വാങ്ങിയും വർണ്ണാഭമായ ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് ഇത് കാണുമ്പോൾ അറിയാമല്ലോ, പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും ഒക്കെ നമുക്ക് കാണുന്ന കാഴ്ചകൾ ആസ്വദിക്കുന്നു. അതോടൊപ്പം ക്ഷേത്രങ്ങളുണ്ടാവും ചെറുതും വലുതുമായിട്ട്, അവിടെ കയറി പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഇപ്പോൾ പ്രധാനം പഴവങ്ങാടി ഗണപതി ക്ഷേത്രമാണ്. അവിടെയും വലിയ ക്യൂ ആണ്, ഭക്തജനങ്ങളെ കൊണ്ട് അവിടവും നിറഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാം ഒരു അവസരമായിട്ട് തന്നെയാണ് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ ഈ ഒരു ദിവസത്തെ കാണുന്നത്. എത്ര പാതിരാത്രി ആയാലും ഇവിടെ ആകെ ഒരു ഉത്സവ ലഹരിയിലാണ് കേട്ടോ എല്ലാവരും. ഈ ഒരു ദിവസം എല്ലാവരും സുരക്ഷിതരുമാണ്. അതിനു വേണ്ട പോലീസ് സന്നാഹങ്ങളും ഭരണകേന്ദ്രം ഒരുക്കിയിട്ടുണ്ട്. പലരും രാത്രിയിൽ ഉറങ്ങാതെയാണ് ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് എന്ന് തന്നെ പറയാം. പൊങ്കാല മഹോത്സവം എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഇതൊരു മഹോത്സവം തന്നെയാണ്. ഇത്രയും സ്ത്രീകൾ പങ്കെടുക്കുന്ന ഒരു ഉത്സവം മറ്റെവിടെയും നമുക്ക് കാണാൻ സാധിക്കില്ല. അത്ര പ്രധാനമാണ് ഇവിടുത്തെ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം. പിന്നെ നമ്മുടെ മറ്റേ പായസത്തിനുള്ള ഹരി പച്ചരി 1/4 കിലോ ചമ്പാ പച്ചരി വേണം പാൽപ്പായസത്തിന്. അതും 1/4 വരില്ല. മാർജിൻ ഫ്രീ അകത്ത് വലിയ കുഴപ്പമില്ല, പുറത്ത് ഭയങ്കര ക്രൗഡ്, രക്ഷയില്ല. എല്ലാവരും പർച്ചേസിന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പായസത്തിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പോയി. ഞാൻ സാധാരണ മാർജിൻ ഫ്രീയിലേക്ക് വരാറില്ല, അവിടെ ആൾ വിട്ട് ആണ് വാങ്ങാറ്, തൊട്ടപ്പുറത്താണ്. എങ്കിലും ചില സമയത്ത് ബാക്കിൽ കൂടി വേണമെങ്കിലും ആശാൻ തരും. എൻ്റെ ഓണറാണ് ആശാൻ നമ്മളൊക്കെ വിളിക്കുന്നത്. വീടിൻ്റെ 2 വീടപ്പുറമാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. റെസിഡൻസ് അസോസിയേഷനുകളും മറ്റ് ഭക്ത സംഘടനകളും എല്ലായിടത്തും ഭക്ഷണവും ദാഹജലവും ഒക്കെ സൗജന്യമായി ഒരുക്കിയിട്ടുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. മറ്റ് ജില്ലകളിൽ നിന്നുള്ള ഭക്തരാണ് ആദ്യം എത്തുന്നത്. ഒരുപക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ഒക്കെ തന്നെ തലേ ദിവസം അല്ലെങ്കിൽ അതിന് മുന്നേ ഉള്ള ദിവസം തന്നെ തിരുവനന്തപുരത്ത് എത്തുന്നൊരു പതിവും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ദിവസങ്ങളിലൊക്കെ. അവിടെ ഭയങ്കര തിരക്ക്, അവിടെ അന്നദാനം നടക്കുകയാണ് നമ്മുടെ ജസ്റ്റ് വെളിയിൽ. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിച്ച് എൻ്റെ അമ്മേ അവിടുത്തെ ഒരു തിരക്കും വേർത്ത് നല്ലോണം ടയർഡായി. പക്ഷെ കുറേ സ്നേഹം തൊട്ടതിട്ടും. ഇല്ല കുഴപ്പമില്ല. മാർജിൻ ഫ്രീ എന്ന് വാങ്ങിച്ച സാധനം വീട്ടിൽ ഡെലിവറിയാണ്. എനിക്ക് കഷ്ടപ്പെട്ട് കൊണ്ടുവരേണ്ടതാണ്. അതെ, ഇത് തന്നെ മാർജിൻ ഫ്രീയുടെ ബാക്ക് സൈഡ്. അവിടെ നിന്ന് ഇങ്ങോട്ട് കയറിയാൽ മതിയല്ല, ആൾ കൊണ്ട് നിൽക്കുക അവിടെ. അത്രയും കൂടെ വെയിറ്റ് എടുക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടേ കൊടുത്തു വിട്ടു. താങ്ക് യു. ശരി, സന്തോഷം. ഓക്കെ, അങ്ങനെ ഫൈനലി വീടെത്തി. യെസ്, നിങ്ങളെല്ലാം കറക്കം കഴിഞ്ഞ് തിരിച്ചെത്തിയതാണ് അല്ലേ? എല്ലായിടത്തും പോയോ? ആണല്ലേ. ഫൈനലി തിരിച്ച് വീട്ടിലെത്തി. അയ്യോ, വേർത്ത് കംപ്ലീറ്റ് ടയർഡായി. എന്നുവെച്ചാൽ അത്രയ്ക്ക് ക്രൗഡായിരുന്നു റോഡിൽ. എനിക്ക് തോന്നുന്നു എല്ലാ വർഷത്തിനെക്കാട്ടിലും ഭയങ്കരമായ ഒരു ക്രൗഡ് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ പിന്നെ ഗണപതി കോവിൽ വരെ പോയി ഗണപതിക്ക് ഒരു തേങ്ങ അടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ
അവിടെ ഭയങ്കര ക്യൂ, ഒരു അറ്റം തൊട്ട് തുടങ്ങിയത് ഇപ്പോഴൊന്നും എനിക്ക് തിരിച്ചു വരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്തത്, ആ ക്യൂവിലുണ്ടായിരുന്ന ഒരു ലേഡിയുടെ കയ്യിൽ തേങ്ങ കൊടുത്തു. ദൈവത്തിന് മനസ്സിലാവും, ഒന്ന് എൻ്റെ പേരിൽ ഒന്ന് അടിച്ചേക്കാൻ പറഞ്ഞു ഭഗവാൻ. അത് അല്ലാതെ ഇനി തിരക്കില്ലാത്തൊരു സമയത്ത് പോയി ഗണപതി പോയെന്ന് വീണ്ടും ഒരു തേങ്ങ അടിക്കാം. ഇന്ന് അതിലാണ്ട് രക്ഷയില്ല, അത്രയ്ക്ക് ഭയങ്കരമായ തിരക്കായിരുന്നു. പിന്നെ എന്താ പറയണ്ടേ, ഇഷ്ടം പോലെ എനിക്കിവിടെ ലാസ്റ്റ് കാട്ടിയും കൂടുതൽ ആൾക്കാർ, പരിചയക്കാരെന്ന് പറയുമ്പോൾ പരിചയക്കാർക്ക് അപ്പുറത്തേക്ക് നമ്മുടെ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സിനെ തന്നെ ഒരുപാട് പേരെ കണ്ടു. പിന്നെ എനിക്ക് പറയാൻ അറിയില്ല, നമ്മളെ സ്നേഹിക്കുന്ന ഒത്തിരി 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 ആൾക്കാരെ കണ്ടു. എല്ലാവരുടെ കൂടെയും സെൽഫിയൊക്കെ എടുത്തു, ഫോട്ടോസൊക്കെ എടുത്തു. നല്ല സന്തോഷമുള്ളൊരു ദിവസം തന്നെയായിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. ഒരുപാട് പേരുടെ സ്നേഹം തൊട്ടറിഞ്ഞൊരു ദിവസം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് വിശേഷങ്ങളൊക്കെ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. ഇപ്രാവശ്യം ആവശ്യത്തിനുള്ളതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, അനുകുട്ടിയുടെ പാൽപ്പായസം ഉൾപ്പെടെ ഞാൻ ചെയ്യുന്നുണ്ട്. 2 അടുപ്പ് കൂട്ടണം. അപ്പോൾ കല്ലൊക്കെ ഓൾറെഡി മേടിച്ച് വെച്ചു. ഇനി വേറെ ഒന്നുമില്ല, രാത്രിത്തെ കാര്യങ്ങൾ. അപ്പോൾ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്, നമുക്ക് പരിചയമുള്ള കുറേ ആൾക്കാർ. സ്ഥിരമായിട്ട് ഇവിടെയൊക്കെ പൊങ്കാല ഇടുന്ന ആൾക്കാരാണ്. അപ്പോൾ കുറച്ച് പേര് സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ കൊണ്ടുവയ്ക്കുന്നു. അങ്ങനെയല്ല. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ രാവിലെ കാണാം. ആറ്റുകാലമ്മയുടെ ഭക്തജനങ്ങൾ കാത്തിരുന്ന് ആ പൊങ്കാല ദിവസം എത്തിക്കഴിഞ്ഞു. ഭക്തലക്ഷങ്ങൾ ഒരുമിക്കുന്ന തലസ്ഥാനത്തെ പൊങ്കാല അർപ്പണത്തിനുള്ള ഒരുക്കങ്ങളുമെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. രാവിലെ മുതൽ തന്നെ ക്ഷേത്രത്തിലും പരിസര പ്രദേശങ്ങളിലുമെല്ലാം ഭക്തരുടെ ഒരു ഒഴുക്കാണ് കാണാൻ സാധിക്കുന്നത്. ചുറ്റുമുള്ള കാഴ്ചകളെല്ലാം തന്നെ സർവം ഭക്തിമയമാണ്. പൊങ്കാല ഇടാനുള്ള തയ്യാറെടുപ്പിൻ്റെ തിരക്കിലാണ് എല്ലാവരും. തേങ്ങ ചിരകുക, മണ്ടപ്പുറ്റ്, തിരളി മുതലായ പലഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് മാവ് കുഴയ്ക്കുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്തു വയ്ക്കണം. അതുപോലെ തന്നെ പൊങ്കാല അടുപ്പ് കൂട്ടുന്ന കാഴ്ചകൾ എല്ലാം മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചകൾ തന്നെയാണ്. രാവിലെ തന്നെ ഭക്തരെ കൊണ്ട് ഓരോ വഴികളും നിറഞ്ഞു കഴിഞ്ഞു. അവരെല്ലാവരും തന്നെ പതിവുള്ള സ്ഥലങ്ങളിൽ ഇടം കണ്ടെത്തി ചുടുകല്ലുകളൊക്കെ അടുപ്പുകൾക്ക് വേണ്ടിയിട്ട് വെച്ച് സ്ഥാനം ഉറപ്പിച്ചു. പൊങ്കാല ആദ്യമായിട്ട് ഇടാനായിട്ട് വരുന്ന ആളുകളും ഈ കൂട്ടത്തിലൊക്കെ ഉണ്ട്. അവർ പുതിയ സ്ഥലങ്ങൾ തേടിയെത്തി അവിടെ പൊങ്കാല അടുപ്പുകൾ കൂട്ടുന്ന തിരക്കിലാണ്. ആറ്റുകാലമ്മേ ദേവി ഭഗവതി കരുണാമയി നീയേ, പൊങ്കാലയർപ്പിക്കാൻ എത്തിടുമെന്നെ നീ തുണച്ചിടണേ അംബികേ. അങ്ങനെ ഇന്ന് പൊങ്കാല ദിവസം. അപ്പോൾ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി, ഒരുങ്ങൽ എന്ന് പറഞ്ഞാൽ ഏകദേശമൊക്കെ മുഖമൊക്കെ അതിന് തലമുടിയൊക്കെ ഒന്ന് ഉണക്കണം. പിന്നെ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കണം. പിന്നെന്താ വേണ്ടത്, അത് കഴിഞ്ഞിട്ട് വിളക്കിൻ്റെ ചുരുക്കൽ കാര്യം. ഇപ്രാവശ്യം അനുക്കുട്ടി ഇല്ല ഇവിടെ, അനുക്കുട്ടി മോളും ഇവിടെ ഇല്ല. അപ്പോൾ സാധാരണ വിളക്കിൻ്റെ ആ ഭാഗമെല്ലാം അനുക്കുട്ടിയാണ് നോക്കുന്നത്. ഇപ്രാവശ്യം ആ കാര്യങ്ങളും ഒക്കെ നമ്മൾ ചിട്ടയോടുകൂടി ചെയ്യണം. ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇന്ന് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഞാൻ സാധാരണയായിട്ട് ഒരു കലത്തിൽ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടൊരു പായസം, ശർക്കര പായസമാണ് ഉണ്ടാക്കുന്നത്. അനുക്കുട്ടി പാൽപ്പായസം. അപ്പോൾ ഇപ്രാവശ്യം അനുക്കുട്ടിക്കും കൂടി വേണ്ടി ഞാനിടുന്നു. അപ്പോൾ അനുക്കുട്ടിക്ക് ഒരു പാൽപ്പായസം, എൻ്റെ ഒരു ശർക്കര പായസം, പിന്നെ മൂന്നാമതൊരു കലവും കൂടി വയ്ക്കുന്നത്. അതായത് 1 അല്ലെങ്കിൽ 3. അപ്പോൾ മൂന്നാമത്തെ കലം വെള്ളപ്പായസമാണ്, വെള്ളച്ചോറ് വെള്ളപ്പായസം. അത് പാർവതിയുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ 3 കലത്തിലാണ് വയ്ക്കുന്നത്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കും. ഇപ്രാവശ്യം പ്ലാസ്റ്റിക് രഹിതമായിട്ടുള്ളൊരു പൊങ്കാലയാണെന്ന് എടുത്തെടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാം പ്ലാസ്റ്റിക് ഇത് മാറ്റി, കിട്ടുന്നതൊക്കെ ഇപ്പോഴും പ്ലാസ്റ്റിക് കവറിലൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് നമുക്ക് ഇലയിൽ, ഞാൻ അല്ലെങ്കിൽ ഇലയിലാണ് പൊതിഞ്ഞെടുക്കുന്നത്. കുറച്ച് കാര്യങ്ങളുണ്ട്. അരി ഒന്ന് കഴുകിയെടുക്കാം. 3 സെറ്റ് അരിയാണ്. കണ്ടോ, ഇതൊക്കെ പ്ലാസ്റ്റിക്കിലാണ് തരുന്നത്. പക്ഷേ ഇതിൽ നിന്നൊക്കെ ഞാൻ മാറ്റും. 2 ചമ്പാ പച്ചരിയാണ്, പിന്നെ 1 നുറുക്ക് ചമ്പാ പച്ചരി, അത് പാൽപ്പായസം, അത് ബ്രോക്കൺ റൈസ്. എല്ലാം 1/4 കിലോ ആണ്. പാത്രങ്ങളെല്ലാം പുതിയ പാത്രങ്ങളാണ്. എല്ലാം നല്ല ശുദ്ധിയോടെയും വൃത്തിയോടും കൂടി ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ പുതിയ പാത്രം, എല്ലാ കാര്യങ്ങളും പുതിയത് എടുക്കുന്നത്. കിലോ ശർക്കര ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ചെറുതായിട്ടൊന്നുകൂടി ഒന്ന് ഓക്കെ മതി. ഇപ്രാവശ്യം കിട്ടിയ വട്ടി ഇതേ നോക്കി, ഇങ്ങനത്തെ ഷേപ്പാണ്, ഒരു രക്ഷയില്ല.
അണ്ടിപ്പരിപ്പ്, കിസ്മിസ് മുതലായ കാര്യങ്ങൾ ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞ് വെക്കാം. ഇത് അണ്ടിപ്പരിപ്പ്, ഇനി കിസ്മിസും കൂടി പൊതിയാം. ഏലക്ക അല്പം തരിയോടുകൂടിയാണ് പൊടിച്ചിരിക്കുന്നത്. അത് കല്ലിൽ വെച്ചിട്ട് ചതച്ചെടുത്താണ്, പൊടിച്ചിങ്ങനെ അങ്ങനെ തട്ടി. ഇത് 1.5 മുറി തേങ്ങയുണ്ട്, തേങ്ങ ചെരുക്കിയിട്ടും. ഏകദേശ കാര്യങ്ങളൊക്കെ സെറ്റ്. എല്ലാം മുറത്തിലും കുട്ടയിലുമായിട്ട് വയ്ക്കുന്നു. ഇതെൻ്റെ തോർത്താണ്, 2 തോർത്ത് വലുത്. ഓക്കെ, ഇനി വിളക്ക് വെച്ചൊരുക്കൽ. ഇത് അനുക്കുട്ടി ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്, ഞാനല്ല. അനുക്കുട്ടി വരുന്നതിന് മുമ്പ് ഞാൻ ചെയ്യുമായിരുന്നു. അനുക്കുട്ടി വന്നു തുടങ്ങിയപ്പോൾ തൊട്ട് അനുക്കുട്ടിയാണത് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ദേവിയുടെ തന്നെ എന്താ പറയുക, ചന്ദനവും കുങ്കുമവും അത് ആറ്റുകാലമ്മയുടെ അകത്ത പ്രസാദമാണ്. അപ്പോൾ ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായി. എൻ്റെ ഒരുക്കം കഴിഞ്ഞു. അമ്മയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും എടുത്ത് വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ വെച്ചൊരുക്കത്തിൻ്റെ ബാക്കി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇനി പുറത്തേക്ക് ഇറങ്ങാം, അവിടെ പോയി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാനെല്ലാം ഇറങ്ങിക്കഴിഞ്ഞു. ഒരുക്കമെന്ന് പറയുമ്പോൾ ഇന്ന് പൊങ്കാല തന്നെയാണ് ഏറ്റവും പ്രധാനം. അത് നമ്മുടെ ഒരുക്കമൊക്കെ അതിൻ്റെ പിന്നിൽ നിന്നാൽ മതി. വളരെ സിമ്പിളായിട്ടുള്ള കോസ്റ്റ്യൂമാണ് എപ്പോഴും നല്ലത്. കാര്യം ഇങ്ങനത്തെ വസ്ത്രം തന്നെ ഇപ്പോൾ സെറ്റുമുണ്ട് കാര്യങ്ങൾ, അല്ലെങ്കിൽ കോട്ടൺ സാരി എന്നൊക്കെ പറയുമ്പോൾ ഇത് ഈ അടുപ്പും പുകയും ചൂടും എല്ലാത്തിലും കുറച്ച് സേഫ്റ്റി മെഷറും കൂടിയാണത്. അപ്പോൾ ആ രീതിയിൽ ഈ ഒരു വേനൽ ചൂടിലും ഒക്കെ അതും കൂടിയൊക്കെ ആയിരിക്കാം ഇതിങ്ങനെ ആ രീതിയിലൊക്കെ തുനിഞ്ഞ് വന്നത്. അപ്പോൾ എൻ്റെ ചുറ്റുമൊക്കെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും തയ്യാറെടുപ്പിലാണ്. ശർക്കര ചീകുന്നു, തേങ്ങ ചിരകുന്നു, എല്ലാം എടുത്ത് വയ്ക്കുന്നു. അതെല്ലാം ഇന്ന് 10:15 പണ്ടാര അടുപ്പ് കത്തിക്കുന്ന സമയം. പിന്നെ തളിക്കുന്നത് 1:15. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് എല്ലാവരും കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. അപ്പോൾ എല്ലാ പ്രാവശ്യത്തെയും പോലെ നിങ്ങൾക്ക് ഒരു പക്ഷേ ആവർത്തന വിരസതയെ തോന്നാം കേട്ടിട്ടുള്ളവർക്ക്. പക്ഷേ എങ്കിലും ഇതിൻ്റെ പിന്നിലെ ഐതിഹ്യം, ചരിത്രം ഇങ്ങനെയൊക്കെ പറയുമല്ലോ. അപ്പോൾ ഈ പൊങ്കാല മഹോത്സവത്തിൻ്റെ ഐതിഹ്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ പല ഐതിഹ്യങ്ങളും ഉണ്ടെങ്കിലും ഏറ്റവും പോപ്പുലറായിട്ട് എല്ലാവരും പാടി നടക്കുന്നതും അല്ലെങ്കിൽ എല്ലാവരും പറഞ്ഞറിയുന്നതുമായി തലമുറകൾ കൈമാറി വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് എനിക്കും അറിയുള്ളൂ. അതായത് ശിലപ്പതികാര കഥയുമായി ബന്ധപ്പെട്ട കണ്ണകി കോവിലനും ഉള്ള അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവർ പോംപൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒറിജിനൽ താമസിച്ചിരുന്നത്. അവിടെ നിന്ന് വന്നതാണ്. അവിടെ നിന്ന് അവർ ദാരിദ്ര്യവും ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് ഒരുപാട് സാമ്പത്തിക ബാധ്യതയായിട്ടാണ് മധുര നഗരിയിൽ വന്നിട്ട് താമസിക്കുന്നത്. അപ്പോൾ അവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ വീണ്ടും ദാരിദ്ര്യവും തന്നെയാണ്. ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്. വലിയ പൊസിഷനിൽ പാമ്പൂരിൽ ജീവിച്ചിരുന്ന ആൾക്കാരാണ്. അപ്പോൾ കണ്ണകി ദേവി അവരുടെ ചെലങ്ക എന്നാണ് പറയുക, നമ്മളിങ്ങനെ കാലിലിടുന്ന പാദസരം പോലെ. ആ ചെലങ്കയ്ക്കകത്ത് കുറച്ച് പ്രഷ്യസ് സ്റ്റോൺസൊക്കെ ഉള്ളതാണ്. അത് വിൽക്കാനായിട്ട് കോവിലനെ ഏൽപ്പിക്കുന്നു. അത് സമ്മതത്തോടു കൂടി കൊണ്ടുപോയി വിറ്റിട്ട് വരുമെന്ന്. അപ്പോൾ ഇതും കൊണ്ട് കോവിലൻ ഒരു സ്വർണ്ണപ്പണിക്കാരൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ആ ആളത്ര ശരിയല്ലായിരുന്നു. കാര്യം മധുരയിലെ പാണ്ഡ്യരാജാവിൻ്റെ ഭാര്യയുടെ രാജ്ഞിയുടെ ചെലങ്കയും ഇതുപോലെ അകത്ത് പ്രഷ്യസ് സ്റ്റോൺസ് ഉള്ളതാണ്. പക്ഷേ രണ്ടാണ്. എങ്കിലും ആ സ്വർണ്ണപ്പണിക്കാരൻ ഇത് വെച്ചിട്ട് ഇവരെ ചതിക്കുകയും പാണ്ഡ്യരാജാവിൻ്റെ അടുത്തേക്ക് ഈ വിവരം കൊണ്ടുപോയി. അതായത് ഈ കാര്യം പറഞ്ഞു മോഷണം മുതലാണ്, മോഷ്ടിച്ചതാണെന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഒരു കള്ളനാക്കി മുദ്ര കുത്തി. പാണ്ഡ്യരാജാവ് അത് വിശ്വസിക്കുകയും ആ ചെലങ്ക മോഷണ വസ്തുവാണെന്ന് കണക്കാക്കി കോവിലനെ ശിക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ കോവിലനെ എന്താ പറയുക, കോവിലൻ മരിക്കുന്നു, കോവിലനെ കൊല്ലുന്നു. അപ്പോൾ അത് ഒരു ഭാഗം. അത് കഴിഞ്ഞിട്ട് കണ്ണകി ദേവി പതിവ്രതയായ സ്ത്രീയാണ്. കണ്ണകി ദേവി വളരെ പരിശുദ്ധയായ പതിവ്രതയായ ഭാര്യ. ഈ വിവരം അറിയുകയും ഭർത്താവ് കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം അറിയുകയും സംഹാരരുദ്രയായി, കോപം കൊണ്ട് സംഹാരരുദ്രയായിട്ട് മധുരാ നഗരിയിലേക്ക് പുറപ്പെടുന്നു. അവിടെ പോയി പാണ്ഡ്യരാജാവിനെ നിഗ്രഹിച്ച് അവരുടെ കോപാഗ്നിയിൽ തന്നെ മധുരാ നഗരി ചുട്ടരിക്കുന്നു എന്നാണ് പറയുന്നത്. ആ ഒരു കോപാഗ്നിയും ആ ഒരു ദേഷ്യവും എല്ലാം കഴിഞ്ഞിങ്ങനെ തിരിച്ച് കൊടുങ്ങല്ലൂരിലേക്ക് പോകുന്ന ഭാഗം കേരളത്തിൽ ഇതുവഴി പോയി എന്നും ആ സമയത്ത് സ്ത്രീകൾ, ഇവിടുത്തെ നാരികൾ എല്ലാവരും ചേർന്നിട്ട് ഈ സ്ത്രീ ശക്തിയെ, അതായത് ഈ ദേവിയെ, പതിവ്രതയായ ഈ ഒരു സ്ത്രീയെ, അമ്മയെ
വരവേൽക്കാനായിട്ട് സന്തോഷപൂർവ്വം പൊങ്കാലയിട്ട് സ്വീകരിച്ചു എന്നുള്ളതാണ് ഐതിഹ്യം. അപ്പോൾ ഇതൊരു വേർഷനാണ്. ഇതിൻ്റെ വേറെയും പല വേർഷൻസും പലർക്കും പറയാനുണ്ടാകും. പക്ഷേ എനിക്ക് പറഞ്ഞ് കേട്ടുള്ള അറിവ് വെച്ചിട്ട് നമ്മുടെ ഇവിടെ ട്രിവാൻഡ്രം സൈഡിലൊക്കെ കൂടുതലും ആൾക്കാരിങ്ങനെ തന്നെ പറയാം. ആറ്റുകാലമ്മയുടെ ഐതിഹ്യം പറയുമ്പോൾ എപ്പോഴും ശിലപ്പതികാരവും കണ്ണകിയും കോവിലനും ഒക്കെ തന്നെയാണ് രംഗത്ത് വരുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ശിലപ്പതികാര കഥയാണ് തോറ്റംപാട്ടായിട്ട് 10 ദിവസം പാടി അവസാനിപ്പിക്കുന്നത്. അത് പച്ചപ്പന്തലിൽ ഇരുന്നിട്ട് തോറ്റം പാടുന്നൊരു, അതായത് ദേവിയുടെ നടയിൽ തന്നെ പച്ചപ്പന്തൽ കെട്ടി അവിടെ ഇരുന്നിട്ടാണ് തോറ്റംപാട്ട് പാടുന്നത്. അപ്പോൾ ഓരോ ദിവസവും ശിലപ്പതികാര കഥയുടെ ഓരോരോ ചാപ്റ്റേഴ്സ് എന്ന് നമ്മൾ പറയില്ലേ, ഓരോരോ ഭാഗങ്ങളാണ് പാടി തീർക്കുന്നത്. അതിൽ ഇതൊന്നും വാമൊഴിയാണ്, അതായത് എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല ഈ തോറ്റംപാട്ടായിട്ട് പാടുന്നത്. അതൊരു കുടുംബത്തിൻ്റെ മാത്രം അവകാശമാണ്. അപ്പോൾ ഇത് മുല്ലവീട്ടുകാരാണ് ശരിക്കും ഈ ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തിൻ്റെ പ്രധാന കാരണക്കാർ. അതായത് അവിടുത്തെ കാരണവർക്ക് ഒരു സ്വപ്ന ദർശനം നൽകുകയും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ദേവി ഇവിടെ കുടികൊള്ളാനായിട്ട് വന്നു എന്നുള്ള കാര്യമൊക്കെ അങ്ങനെയാണത് ക്ഷേത്രമായി പരിണമിക്കുന്നത്. എങ്കിലും ഈ ഒരു ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോ ആരൊക്കെ കണ്ടു എന്ന് എനിക്കറിയില്ല. ആറ്റുകാൽ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ തോറ്റംപാട് ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ മധുവാശാനെ കാണാൻ പറ്റും. അവരുടെ കുടുംബത്തിനാണ് ഈ തോറ്റംപാട്ട് പാടാനുള്ള അവകാശം. അപ്പോൾ അവരിങ്ങനെ പാടി ഇപ്പോൾ 9-ാം ദിവസം ആകുമ്പോൾ ദേവി അതായത് പാണ്ഡ്യരാജാവിനെ വധിച്ച് സംഹാരരുദ്രയായി അവിടെ മധുരാ നഗരമൊക്കെ ചുട്ടരിച്ചിട്ട് തിരിച്ചു വരുന്ന ആ ഭാഗമാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്ന ഭാഗമൊക്കെ വരുമ്പോൾ 30-ാമത്തെ ദിവസമായി. അപ്പോൾ അത് പൊങ്കാല മഹോത്സവമായിട്ട് ദേവിയെ സ്വീകരിക്കുന്നതായിട്ടാണ് സങ്കല്പം. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ്. അപ്പോൾ അന്ന് തൊട്ടിങ്ങനെ കേരളത്തിലെ സ്ത്രീകളെല്ലാം തന്നെ ഇങ്ങനെ പൊങ്കാലയിട്ട് സ്വീകരിക്കുന്നു. അപ്പോൾ ഒരു കാലത്ത് ആ ക്ഷേത്രവും പരിസരവും മാത്രം നിറഞ്ഞു നിന്ന ഈ പൊങ്കാല എന്നുള്ള ഈ ഒരു മഹോത്സവം അത് വ്യാപകമായി വർഷങ്ങൾ കഴിയും തോറും ഇങ്ങനെ പടർന്ന് പന്തലിച്ച് ഏതൊക്കെ ഭാഗത്താണ് ഉള്ളത്. ഇപ്പോൾ തിരുവനന്തപുരം സിറ്റിയുടെ ഒരു ഏറിയൽ വ്യൂ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം നഗരക്കാഴ്ചകൾ നഗരത്തിനെ കംപ്ലീറ്റ് ആയിട്ട് സ്ത്രീകളുടെ ഈ ഒരു ഉത്സവം കൈയടക്കിയെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഈ വീഥികളെല്ലാം ഇങ്ങനെ ഭക്തരെ കൊണ്ടിങ്ങനെ ഓരോ ഊടുവഴികളും ഭക്തരെ കൊണ്ടിങ്ങനെ ഒഴുകുന്ന കാഴ്ചയാണ്. അപ്പോൾ ഇതൊരു വലിയൊരു മഹോത്സവം തന്നെയാണ്. അപ്പം എനിക്ക് ഇതുമായിട്ടുള്ള ഒരു ഓർമ്മകൾ എന്ന് പറയുമ്പോൾ എന്നോട് ഒരാൾ 1-2 പേര് എന്നോട് പറഞ്ഞു, ചേച്ചിയുടെ ഓർമ്മകൾ ഒന്ന് പറയണം പഴയ കാലത്തെ. അപ്പോൾ എൻ്റെ ഓർമ്മകൾ എന്ന് വെച്ചാൽ ഞാൻ ഇൻഡിപെൻഡൻ്റായിട്ട് പൊങ്കാല ഇട്ട് തുടങ്ങിയതൊക്കെ വളരെ വൈകിയാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ വിവാഹ ശേഷമൊക്കെ തന്നെയാണ്. അതിന് മുന്നേ അമ്മയോടൊപ്പം തന്നെയാണ് പോയിക്കൊണ്ടത്. എൻ്റെ അമ്മ ഒരു വലിയ ഭക്തയാണ്, നല്ല റിലീജിയസ് ആയിട്ടുള്ള ഒരാൾ തന്നെയായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് മണക്കാട്, അതായത് ദേവീക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ സുകുമാരൻ നായർ സാർ എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് അറിയുന്ന അമ്മയുടെ വളരെ ഒരു ഫാമിലി ഫ്രണ്ടാണ്. എൻ്റെ അധ്യാപകനും കൂടിയാണ്. അദ്ദേഹം ഹിന്ദി മാഷായിരുന്നു, എനിക്ക് ഹിന്ദി ട്യൂഷൻ തരുന്ന സാറായിരുന്നു. അപ്പോൾ സുകുമാരൻ നായർ സാറിൻ്റെ വീട്ടുമുറ്റത്താണ് ഞങ്ങൾ പോയിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാനൊരു അസിസ്റ്റൻ്റ് പോലെ അമ്മയുടെ കൂടെ പോകും, അത്രേ ഉള്ളൂ. എനിക്കങ്ങനെ പൊങ്കാല ഇട്ട് തുടങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ അത് എനിക്ക് ഹൈസ്കൂൾ ടൈം തൊട്ട് ഇങ്ങനെ ഇവിടുന്ന് നടന്ന് സാധനങ്ങളൊക്കെ ആയിട്ട് മണക്കാട് വരെ നടന്നു പോയിട്ടൊക്കെയാണ് അതുപോലെ തിരിച്ചു വരിക. അപ്പോൾ സാറിൻ്റെ വീട്ടിൽ സാറിൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഭയങ്കര അവിടെ കുറേ പേര് വന്നിടും. അപ്പോൾ നമുക്ക് ഭക്ഷണമൊക്കെ അവിടെ നിന്ന് തരും, പിന്നെ അത്യാവശ്യം ടോയ്ലറ്റ് ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് അവിടെ ഇടാൻ പറ്റും. എൻ്റെ ഓർമ്മയിൽ സുകുമാരൻ നായർ സാറിൻ്റെ വീട് തന്നെയാണ് പൊങ്കാല ഇട്ടിരുന്ന സ്ഥലം. അത് ദേവീക്ഷേത്രമായിട്ട് അടുത്ത് കിടക്കുകയാണ്. സാറൊന്നും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അപ്പോൾ സാറിൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ എനിക്ക് അതെൻ്റെ മെമ്മറീസിൽ ഉള്ള കാര്യമാണെന്ന് പറയാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ വലിയ കുട്ടിയായി. അപ്പോൾ ഞാൻ സാരിയൊക്കെ കൊടുത്ത് പോയതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് തോന്നുന്നു +2 ഒക്കെ കഴിഞ്ഞപ്പോൾ സാരിയൊക്കെ കൊടുത്ത്, അതിനു മുമ്പൊക്കെ സാധാരണ ഫ്രോക്ക് ഡ്രസ്സ് പല ഡ്രസ്സിലൊക്കെ പോകുമായിരുന്നു, കുഞ്ഞായിരുന്നു. അപ്പോൾ ഹൈസ്കൂൾ തൊട്ടല്ലേ. പിന്നീട് സാരി കൊടുത്ത് തുടങ്ങിയിട്ടൊരു സാരിയൊക്കെ കൊടുത്ത് പോകുന്നത്, പിന്നെ സാരി അതിന് വേണ്ടി പ്രത്യേകം വാങ്ങുന്നതും അതൊക്കെ എൻ്റെ മെമ്മറിയിലുണ്ട്, അമ്മയോടൊപ്പം പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇട്ട് തുടങ്ങുന്ന കാലം ഇവിടെയൊക്കെ വ്യാപിച്ചതായി നമ്മുടെ ഈ സ്പോട്ട് ഭാഗത്തൊക്കെ വന്നു. ആ സമയത്ത് ഇവിടെ ഒരുപാട് ആൾക്കാർ വരുമായിരുന്നു. നമ്മുടെ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, പാൽക്കുളങ്ങര ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത്. അതിൽ പ്രധാനി എന്ന് പറഞ്ഞാൽ രാജമാൻ്റിയാണ്. രാജമാൻ്റി അമ്മയുടെ കസിൻ ബ്രദറിൻ്റെ വൈഫാണ്. പക്ഷേ എനിക്കെൻ്റെ സ്വന്തം അമ്മയെ പോലെ തന്നെ. അപ്പോൾ രാജമാൻ്റി നേരത്തെ തന്നെ ലിസ്റ്റൊക്കെ തയ്യാറാക്കി ആരൊക്കെ വരുന്നു, എത്ര പേർക്കുള്ള ഭക്ഷണം വേണം, ഇതൊക്കെ ഒരു തയ്യാറെടുപ്പ്. ഞാനും ആൻറ്റിയും കൂടി ചേർന്നിട്ടാണ് അതൊക്കെ ഡിസൈഡ് ചെയ്ത് തുടങ്ങി ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട്. പക്ഷേ അതിന് മുന്നേ തന്നെ എൻ്റെ ആഫ്റ്റർ വിവാഹം, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഇൻഡിപെൻഡൻ്റായിട്ട് ഇവിടെ ഇട്ട് തുടങ്ങി ആ സമയത്ത്. അപ്പോൾ എല്ലാവരും വരും. അപ്പോൾ ആൻറ്റി വരുന്നു, അതിപ്പോൾ ഒരു ആഘോഷമാണ് കേട്ടോ. അതിൻ്റെ കൂടെ തക്കുടു ആൻറ്റിയുടെ കുറേ ഫ്രണ്ട്സ് സർക്കിളുണ്ട്. എല്ലാം കൂടി എനിക്ക് തോന്നുന്നു ആ സമയത്ത് 100 to 150 ആൾക്കാർക്ക് വരെ നമ്മളിവിടെ ഭക്ഷണം ഉണ്ടാക്കുമായിരുന്നു, ലഞ്ച് കൊടുക്കാനായിട്ട് എല്ലാവർക്കും, ഒരു ചെറിയ മിനി സദ്യ പോലെ. അപ്പോൾ അത് ഈ എല്ലാ വീട്ടുകാരും, ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള എല്ലാ വീടുകളിലും
ഭക്ഷണം ഒരുക്കാറുണ്ട്. ഇപ്പോൾ സന്നദ്ധ സംഘടനകൾ അവിടെ ആയിട്ട് ഭക്ഷണം ഒരുക്കും, സൗജന്യമായ ഭക്ഷണം. നമ്മുടെ വീട്ടിൽ വരുന്നവർ നമ്മുടെ അതിഥികളാണ്. അവർ പൊങ്കാലയിടാൻ വരുമ്പോൾ നമുക്ക് ഒരു പരിചയവും വേണമെന്നില്ല, പക്ഷേ അതിഥികളാണ്. അവർക്കായിട്ട് നമ്മൾ ഭക്ഷണം ഒരുക്കണം, വെള്ളം കൊടുക്കണം, അതൊക്കെ നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. അതൊക്കെ നമ്മൾ അന്നോട്ട് ചിട്ടയായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നും നമ്മൾ ഭക്ഷണമൊക്കെ ഒരുക്കുന്നുണ്ട്. ഇപ്പോൾ അത്രയും വോളിയം വേണ്ട. ഇപ്പോൾ ആൾക്കാർ കുറഞ്ഞു. കാര്യം പാൽക്കുളങ്ങര ഭാഗത്തൊക്കെ അവിടെ എല്ലാം ഇപ്പോൾ പൊങ്കാല അടുപ്പുകൾ നിരന്ന് കഴിഞ്ഞ കുറേ വർഷമായിട്ട്. അപ്പോൾ എല്ലാവരും അവരവരുടെ വീട്ടുമുറ്റത്തും പരിസര പ്രദേശങ്ങളിലൊക്കെ ഇടാൻ പറ്റുന്ന അവസ്ഥയായി കഴിഞ്ഞു. അപ്പോൾ അതങ്ങനെ ഒരു പിന്നെ കോവിഡ് കാലം കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ വീട്ടിലിട്ട് ശീലിച്ചപ്പോൾ പിന്നെ അങ്ങനെ ഒരു രീതിയിലും ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതിങ്ങനെ കുറഞ്ഞു. പക്ഷേ ഈ ഒരു സമയത്ത് ഞാൻ ഓർമ്മിക്കുന്നത് അമ്മ ഇടുന്ന കാലം. അമ്മ അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മ ഏകദേശം പൊങ്കാല ഇടാൻ പറ്റാത്തൊരവസ്ഥയിൽ അമ്മയ്ക്ക് വയ്യാണ്ടൊക്കെ ആയി കഴിഞ്ഞ് അമ്മ വന്നു ഇവിടെ ഇരിക്കുമായിരുന്നു. ആ സമയത്താണ് എൻ്റെ മോളിട്ട് തുടങ്ങിയത്. അപ്പോൾ പാർവതിയും എന്നോടൊപ്പം ഇട്ട് തുടങ്ങി, അടുത്ത ജനറേഷൻ. അത് കഴിഞ്ഞ് പാർവതി പോയി UK പോയി കഴിഞ്ഞിട്ട് ഇടയ്ക്കൊരു പ്രാവശ്യം വന്നിട്ട് പാർവതി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പാർവതിക്ക് വന്നിടാൻ പറ്റിയില്ല. പിന്നെ അനുക്കുട്ടിയുണ്ട്, അനുക്കുട്ടിയും എന്നോടൊപ്പം ഇട്ട് തുടങ്ങി. അപ്പോൾ അടുത്ത ജനറേഷൻ ഇട്ട് തുടങ്ങി. അപ്പോൾ നമ്മളിങ്ങനെ എൻ്റെ അമ്മ എനിക്ക് പകർന്നു തന്ന കാര്യങ്ങളും ആ ഒരു എന്താ പറയുക, ഒരു കസ്റ്റമറി ആയിട്ടെന്നോ അല്ലെങ്കിൽ ആ ഒരു പാറ്റേണിൽ ഞാൻ തുടരുന്നു. എൻ്റെ അടുത്ത ജനറേഷനും തുടരുന്നു. പിന്നെ അതിൻ്റെ അടുത്ത ജനറേഷന് നമ്മൾ ഇത് കണ്ട് വളരുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവരും ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ സമയത്ത് ഏറ്റവും മെമ്മറീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മൺമറഞ്ഞു പോയ നമ്മുടെ പൂർവികർ തന്നെയാണ് അമ്മ, പിന്നെ രാജൻ വേണ്ടി, തക്കുട് വേണ്ടി. ആ സമയത്ത് രാജൻ ചേച്ചിയൊക്കെ ഇപ്പോഴും ഉണ്ട്. അല്ലാണ്ട് അവരുടെയൊക്കെ ബന്ധുക്കളായിട്ടുള്ള കുറേ ആൾക്കാർ, പേരൊന്നും എനിക്കിപ്പോൾ എടുത്തു പറയാൻ പറ്റുന്നില്ല. അവരെല്ലാം മക്കളുമായിട്ടൊക്കെ വന്ന് ചേച്ചിമാരും ഒക്കെ ആയിട്ട് വന്നിരുന്നത്. അപ്പോൾ അവരെല്ലാം ഓർമ്മിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അവരെ ഓർമ്മിക്കാതെ എനിക്ക് ഒരു പൊങ്കാല പോലും ഇടാൻ പറ്റില്ല. അത് നമുക്കൊരു ഭയങ്കര ഒരു വിങ്ങലാണ് മനസ്സിൻ്റെ. അത് അവരൊന്നും ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമം. അപ്പോൾ ഇങ്ങനെ ഓരോ പൊങ്കാലയും കടന്നു പോകുന്നു. അപ്പോൾ ഇന്നും ഒരു പൊങ്കാല ദിവസം ബാക്കി ഒരുക്കങ്ങൾ കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ചടങ്ങ്. അപ്പോൾ പുറത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം. അത് കാണേണ്ട കാഴ്ച തന്നെയാണ്. എല്ലാ സ്ഥലത്തും സ്ത്രീകളുടെ ഒരു ശക്തിയും ഒരു പ്രാർത്ഥനയുമാണ് ഇവിടെ കംപ്ലീറ്റ്. ഒരു സമർപ്പണമാണല്ലോ പൊങ്കാല എന്ന് പറഞ്ഞാൽ, അമ്മയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന സമർപ്പണം. അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഏതാണ്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ എടുത്തു വയ്ക്കും. 10 ദിവസത്തെ പൊങ്കാല മഹോത്സവത്തിൻ്റെ പരിസമാപ്തിയാണല്ലോ ഇന്ന് നടക്കുന്നത്. കഴിഞ്ഞ 10 ദിവസമായി എന്താ പറയേണ്ടത്, തിരുവനന്തപുരം നഗരം പൂർണ്ണമായിട്ടും ഒരു പൊങ്കാല ഉത്സവത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. പല ദേശങ്ങളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ ഇവിടെ എത്തുന്നു. എല്ലാ വഴികളും ചെന്നെത്തുന്നത് ആറ്റുകാൽ ക്ഷേത്ര പരിസരത്തേക്കാണ്. ആറ്റുകാൽ അമ്മയുടെ തിരുനടയിൽ തന്നെയാണ്. അന്യദേശത്ത് നിന്നും വരുന്നവർക്കും ഇപ്പോൾ പരിചയക്കാരൊന്നും പ്രത്യേകിച്ച് വേണമെന്ന് തന്നെയില്ല. നേരെ ക്ഷേത്ര പരിസരത്തേക്ക് വന്നാൽ മതിയാകും. അവിടെ ഒരു സൗകര്യവും ഉണ്ടാകണമെന്നില്ല. അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ പല കാര്യങ്ങളും ക്ഷേത്ര കമ്മിറ്റിയും സന്നദ്ധ സംഘടനകളും ഒക്കെ ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. സർക്കാർ ലെവലിലും ഒരുപാട് സംവിധാനങ്ങളുണ്ട്. എങ്കിൽ പോലും ഒരു പക്ഷേ കിടന്നുറങ്ങാൻ ഒരു വീടോ പരിചയക്കാരോ ഒന്നുമില്ലായിരിക്കാം. എങ്കിലും അതൊന്നും തന്നെ അവർ കാര്യമാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. വരുന്ന ഭക്തജനങ്ങൾ കിട്ടുന്ന സൗകര്യങ്ങൾ വെച്ച് എല്ലാവരും തന്നെ യാതൊരു പരാതിയുമില്ലാതെ പങ്കെടുത്തു പോകുന്ന ഒരു മഹോത്സവം കൂടിയാണിത്. ആറ്റുകാലമ്മേ ദേവി ഭഗവതി കരുണാമയി നീയേ, പൊങ്കാലയർപ്പിക്കാൻ എത്തിടുമെന്നെ നീ തുണച്ചിടണേ അംബികേ, ദേവി തുണച്ചിടണേ അംബികേ. ആറ്റുകാലമ്മേ ദേവി ഭഗവതി കരുണാമയി നീയേ. അടുപ്പിൽ തിരി കൊളുത്തുന്നത് 10 കാലമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ 9 കാലമായി. 1 മണിക്കൂറും കൂടി ഉണ്ട്. ഞാൻ ആ സമയം കൊണ്ട് എല്ലാവരും ഇതൊക്കെ തന്നെ ചെയ്യുന്നത്. നമ്മൾ ഈ ചൂട്ട് കൊതുമ്പെല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. പെട്ടെന്ന് ഇത് ഇപ്രാവശ്യം 3 അടുപ്പുണ്ടേ. അപ്പോൾ അതിൻ്റേതായ ടെൻഷൻ എനിക്കുണ്ട്. അപ്പോൾ എല്ലാ 3 അടുപ്പിനെയും നോക്കണം. ഒരു കലം ഇച്ചിരി ചെറുതാണ്. അടുപ്പിൻ്റെ വ്യാപ്തി എല്ലാം സെയിമാണ്. ശർക്കര പായസം, പാൽ പായസം, വെള്ളപ്പായസം. എനിക്ക്, അനുക്കുട്ടിക്ക്, പാർവതി, അപ്പോൾ അങ്ങനെ സാധാരണ എല്ലാവർക്കും കൂടെ ചേർത്തൊരു കലമാണ്. അപ്പോൾ ഇപ്രാവശ്യം അനുക്കുട്ടിക്ക് സെപ്പറേറ്റ് ഇടുമ്പോൾ 2 കലമായിട്ട് ഇടാൻ പറ്റില്ല. അപ്പോൾ 3 കലമായിട്ടാണ്. അപ്പോൾ 3 കലം എന്ന് പറയുമ്പോൾ പിന്നെ അത് പാർവതിയുടെ ഒരു കലമാക്കി മാറ്റി. പക്കത്തിൽ ആളിക്കത്താനായിട്ട് നമുക്ക് ചൂട്ടാണ് നല്ലത്. പിന്നെ അത് കഴിഞ്ഞ് സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൊതുമ്പ് ഇങ്ങനെ പീസസ് ആയിട്ട് വെച്ചോളും. അപ്പോൾ റെഡി, സെറ്റ് ഗോ. ഇനി അകത്തേക്കൊക്കെ പോയിട്ട് വരാം, കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരാം. ഒരു അരമണിക്കൂറും കൂടെ കഴിഞ്ഞിട്ട്
ബാക്കി സാധനങ്ങളൊക്കെ ആയിട്ട് തിരിച്ച് വരാം. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല. ഇന്ന് നല്ല വെയിലുണ്ട്. അപ്പോൾ സൂര്യഭഗവാനും അഗ്നിദേവനും ചേർന്നാണ് നമ്മൾ ഈ പൊങ്കാല ദേവിക്ക് സമർപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര, അതായത് നമ്മൾ കുമ്പച്ചൂടിലാണ് ഇരിക്കുന്നത്. ഈ സൈഡിലൊക്കെ കുറച്ചൊരു തണലുണ്ട്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഒരു 11 മണിയൊക്കെ കഴിയുമ്പോൾ വെയിലിങ്ങോട്ട് 12 മണിയൊക്കെ ആകുമ്പോൾ വെണ്ണം തുടങ്ങും. ഇപ്രാവശ്യം എല്ലാം നേരത്തെയാണ്. 1:15 തളിക്കലുണ്ട്, വേദിക്കൽ. അവിടെയൊക്കെ ആൾക്കാരെല്ലാം സെറ്റ് ചെയ്തിട്ട് വെയിറ്റിംഗ് ആണ്. ഓൾ ആർ വെയിറ്റിംഗ്. ലളിതാ സഹസ്രനാമം. പൊങ്കാല ഒരുക്കങ്ങളെല്ലാം അവിടെ കഴിഞ്ഞു. ഇനിയിപ്പോൾ സമയം ആകാറാകുന്നു. അപ്പോൾ ഇനി ടെലിവിഷൻ വെച്ചിട്ടുണ്ട്, അതിനകത്ത് ന്യൂസ് ചാനൽസാണ്. അപ്പോൾ അവിടെ ഭണ്ഡാര അടുപ്പ് കത്തിക്കുന്ന സമയം നമുക്കറിയാൻ പറ്റും കൃത്യമായിട്ട്. ആ സമയത്ത് ഓടിപ്പോയി അടുപ്പ് കത്തിക്കുക, അത് തന്നെയാണ് നമ്മുടെ പൊങ്കാല അടുപ്പ്. അപ്പോൾ ഇവിടെ അവിടെ ആയിട്ട് ഓടാൻ പോവാണ് ഇനിയുള്ള സമയം. അമ്മേ നൽവഴി ഗണി സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണി നമോസ്തുതേ നാരായണി നമോസ്തുതേ. ഏതാണ്ട് സമയമായി വരുന്നു. ഓർത്തല്ല എനിക്ക് സത്യമാണ് ഈ സമയമെല്ലാം ഞാനിക്കുട്ടി മിസ് ചെയ്തിട്ടുണ്ട്. എല്ലാ തയ്യാറെടുപ്പുകളും കഴിഞ്ഞു, സെറ്റ്. ഇനി ഭണ്ഡാര അടുപ്പിൽ തിരി കൊളുത്തുന്നു. നമ്മുടെ പൊങ്കാല അടുപ്പുകളും തിരി കൊളുത്തും. ഇപ്പോൾ എല്ലാവരും ഏതാണ്ട് ലാസ്റ്റ് സ്റ്റേജിലാണ്. എല്ലാവരും റെഡി. ഇനി വിത്തിൻ 5 minutes ഇവിടെ പൊങ്കാല അടുപ്പുകൾ കത്തി തുടങ്ങും. ഇത് നമ്മുടെ ടൂറിസം സതീഷ് ഭാര്യ, ഇത് പുള്ളിക്കാരത്തിയുടെ ഒരു ഫ്രണ്ടാണ്. പിന്നെ അത് നമ്മുടെ കൈരളിയിലെ മെയിൻ എഡിറ്റർ സതീഷിൻ്റെ വൈഫ്. 2 സതീഷ്മാരുടെ വൈഫുണ്ട്. എല്ലാവരും റെഡി. ഇവിടെ 2 പേരും പിന്നെ ഇതെടുക്കുന്നുണ്ട്, എന്താണ് തെരളി വെക്കുന്നുണ്ട്. ഇതെല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ എൻ്റെ സൈഡിൽ ഇപ്പോൾ ഇത്ര ആൾക്കാർ, അതെല്ലാം നമ്മുടെ ആൾക്കാർ തന്നെ. ആ സൈഡിലൊക്കെ ഉള്ളത് എല്ലാം നമ്മുടെ സ്ഥിരം ആൾക്കാരാണ്. എല്ലാം നമ്മുടെ സ്ഥിരം ആൾക്കാരാണ്. നിങ്ങളെല്ലാവരും നമ്മുടെ സ്ഥിരം മെമ്പേഴ്സല്ലേ അവിടെ നിൽക്കുന്ന എല്ലാവരും. കല്ലറ കുറ്റിമൂട് ടീംസാണ് ആ നിൽക്കുന്നവരെല്ലാവരും. അവരെല്ലാം ഇന്നലെ വന്നു, യെസ്, രാത്രി എത്തി. അപ്പോൾ കുട്ടികളെയൊക്കെ നമ്മൾ വളരെ കെയർ ചെയ്യണം. പൊങ്കാല അടുപ്പ് കത്തിക്കുന്ന സമയത്തും എല്ലാം ഭയങ്കര കെയർഫുള്ളായിരിക്കും. ഇപ്പോൾ ദേ പ്രധാന ഭണ്ഡാര അടുപ്പിലേക്ക് ക്ഷേത്രത്തിൽ നിന്നുള്ള ദീപവുമായിട്ട് തിരുമേനി വരികയാണ്. അവിടെ വയ്ക്കുന്ന സമയം ഞാൻ ഓടും കേട്ടോ. കത്തിക്കുന്നതിനൊരു സെക്കൻഡ്സ് മുന്നേ ഞാൻ അവിടെ എത്തും. അല്ലാണ്ട് ഇവിടെ ഒരു അനൗൺസ്മെൻ്റ് ഇല്ല. ഇങ്ങനെ കഴിയുമ്പോൾ എല്ലാവരും ഇങ്ങനെ കത്തിച്ച് പോകും. ഈ നിമിഷങ്ങളെക്കുറിച്ച് പറയാൻ എനിക്ക് സത്യം പറഞ്ഞ വാക്കുകളില്ല. നമുക്ക് ഭയങ്കര ഫീലാണത്. കാണുമ്പോൾ തന്നെ ഇങ്ങനെ നമ്മുടെ ഒരു ഗൂസ് പംസ് പോലെയാണ്. ബോഡിയെല്ലാം ഇങ്ങനെ ഇതേ അടുപ്പിൻ്റെ അടുത്തേക്ക് എത്തി. തിരുമേനി കത്തിക്കാൻ പോകുന്നു. ഓക്കെ, ഞാൻ ഓടുന്നു. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണീ നമോസ്തുതേ. ശരണാഗതദീനാർത്ത പരിത്രാണപരായണേ സർവസ്യാർത്തി ഹരേ ദേവി നാരായണീ നമോസ്തുതേ. ഇനിയിപ്പോൾ വെള്ളം തിളയ്ക്കുമ്പോൾ നമ്മൾ അരി വെള്ളമൊക്കെ തിളച്ച് തുടങ്ങി. ശർക്കര പായസത്തിനാദ്യം സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണീ നമോസ്തുതേ.
ശരണാഗതദീനാർത്ത പരിത്രാണപരായണേ സർവസ്യാർത്തി ഹരേ ദേവി നാരായണീ നമോസ്തുതേ. ചില ഭാഗങ്ങളിൽ നിന്ന് കുരവയിടുന്ന ശബ്ദമെല്ലാം കേൾക്കാം. അതായത് പൊങ്കാല തിളച്ച് വരുമ്പോഴാണ് കുരവയിടുന്നത്. കുറേ പേർക്ക് പൊങ്കാല തിളച്ച് കഴിഞ്ഞു, നമ്മുടേതായിട്ടില്ല, തിള വന്നു തുടങ്ങിയതേ ഉള്ളൂ. ആ സൈഡിൽ 101 കലം പൊങ്കാലയാണ്, നേർച്ചയാണ്. ചെറിയ 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 കലങ്ങളിൽ ഉണ്ടാക്കി മാറ്റുകയാണ് പെട്ടെന്ന്. അത് നേർച്ചയാണ്. ചൂട് അടുപ്പിൻ്റെ അഗ്നിദേവനും എല്ലാവരെയും സാക്ഷി വെച്ചിട്ടാണ്, അവരുടെ എല്ലാ അനുഗ്രഹത്തോടു കൂടിയാണ് സൂര്യഭഗവാനും അഗ്നിദേവനും ദേവിക്ക് വേണ്ടിയിട്ട്. 3 അടുപ്പായതുകൊണ്ട് നമുക്ക് ഇരുന്ന് സാവധാനം ഇടാൻ പറ്റില്ല, എങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. കാര്യം എല്ലാ തീയൊക്കെ കറക്റ്റ് നോക്കണം. ഇതാ പൊങ്ങി. ഇത് അനുക്കുട്ടിയുടെ പൊങ്കാല കലമാണ് ആദ്യം തൂവുന്നത് പാൽപായസത്തിന് വേണ്ടിയുള്ള. അമ്മേ നാരായണ, ദേവി നാരായണ, ഭഗവാനേ ദേവി നാരായണ ദേവി. ഏറ്റവും ഓസ്പീഷ്യസ് ആയിട്ടുള്ള നിമിഷങ്ങളാണിത്. എൻ്റെ പൊങ്കാല തിളച്ച് തൂവിയല്ലോ. ഇത് പാൽപ്പായസമാണ്. പിന്നെ ഇതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം. ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണി നമോസ്തുതേ നാരായണി നമോസ്തുതേ. തൂവി അഗ്നിയിലേക്ക് പതിച്ചു. ഇനി വേവ് നോക്കണം. വേവ് നോക്കി വെന്ത് കഴിഞ്ഞിട്ട് മതി ശർക്കര ഇടുന്നത്. പാലോടുകൂടി അഗ്നിദേവനിലേക്ക് പോകുന്നു പാൽപ്പായസം. അപ്പോൾ ഇപ്പോൾ പ്രധാനപ്പെട്ട സമയമാണ് കടന്നു പോകുന്നത്. എല്ലാവരുടെയും പൊങ്കാല തിളച്ചു തൂവി. ഇനി വേഗണം. ഒരു പാകമായിട്ട് ശർക്കര, പഞ്ചസാര മുതലായ കാര്യങ്ങൾ ചേർക്കാൻ പറ്റും. പാൽപ്പായസവും ഏതാണ്ട് റൈസൊക്കെ ഓൾമോസ്റ്റ് ഇച്ചിരി കൂടെ വേഗട്ടെ, എന്നിട്ട് പഞ്ചസാര ഇടാം. പാൽപ്പായസത്തിലേക്ക് പഞ്ചസാര ഇടാം. ഇത് 1/4 കിലോ റൈസ് ഉണ്ടായിരുന്നു, 1/2 കിലോ പഞ്ചസാര ചേർത്തു. ഇനി പാലും പഞ്ചസാരയും കൂടി കിടന്ന് കുറുകട്ടെ. ചെറിയ തീ മെയിൻറ്റെയിൻ ചെയ്താൽ മതി, ഒരുപാട് വേണ്ട. റൈസ് ഏകദേശം വെന്ത് വരുമ്പോൾ ഇതിലേക്ക് തേങ്ങ ഇടാം. തേങ്ങ ചെറിയ കൂടി ചേർക്കും. നിൽക്കുമ്പോൾ എന്നന്തരംഗത്തിൽ ചാരുതയേറുന്നു ആപത്തു നീക്കും ഐശ്വര്യദായിനി നിൻ പാദമേ ഗരീ അമ്മേ നിൻ പാദമേ ഗരീ. ശരണാഗതദീനാർത്ത പരിത്രാണപരായണേ സർവസ്യാർത്തി ഹരേ ദേവി നാരായണി നമോസ്തുതേ. ധാരാളം നെയ്യ് ഒഴിക്കും, അരവണ പോലെ. തേങ്ങ ഇട്ട അരവണ എന്ന് പറയും. സാധാരണ അരവണയിൽ നമ്മൾ തേങ്ങ ഇടുന്നല്ലോ. ഇനി ഏലക്ക പൊടിച്ചത്, മുന്തിരിങ്ങ. ഇതൊന്നും വറുത്തല്ല ഇടുന്ന കേട്ടോ. ഏതാണ്ടായി കഴിഞ്ഞു. ശർക്കര പായസം റെഡി. ഇനി ലാസ്റ്റ് ഞാൻ കുറച്ച് നെയ്യ് കൂടി ഒഴിക്കാൻ പോവാണ്. ഇതൊരു നെയ്യ് പായസം ആയിക്കൊണ്ടിരിക്കുക. ഏതാണ്ട് 200 ഗ്രാം നെയ്യ് ഒഴിച്ച് കഴിഞ്ഞു. പാൽപ്പായസത്തിൽ ഞാൻ ഏലക്കാപ്പൊടിയൊന്നും ചേർക്കില്ല, അണ്ടിപ്പരിപ്പ് കിസ്മിസ് ചേർക്കില്ല. പിന്നെന്താ, നെയ്യും ചേർക്കുന്നത്. ആ പാലിൻ്റെ രുചിയിലാണ് അത് റെഡിയായി വരേണ്ടത്. പാലും റൈസും പഞ്ചസാര ഇതിവിടെ ആയിക്കഴിഞ്ഞു. തീയെല്ലാം പിരിച്ചു.
ഇനി ഇതിലൊരു ചൂടുണ്ടല്ലോ, അതുകൊണ്ടത് ഇരുന്ന് വറ്റും കുറച്ച്. ഇനി പാൽപ്പായസം മാത്രമേ ഉള്ളൂ. 2 കാര്യങ്ങളും കഴിഞ്ഞു. പലരും പല രീതിയിൽ, അതായത് എല്ലാവരും ഒരേ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് പൊങ്കാല പായസം ഉണ്ടാക്കുന്നത്. അതായത് ശർക്കര, തേങ്ങ, പിന്നെന്താ അരി, നെയ്യ്, അങ്ങനത്തെ കാര്യങ്ങൾ, ഏലക്ക. അതിൽ ഏറ്റക്കുറച്ചിൽ ചിലർ പഴം ഇടും, ചിലർ പഴം ഇടില്ല, ചിലർ തേങ്ങ ഇടും, തേങ്ങ ഇടില്ല, നെയ്യ് ഇടുന്നവരുണ്ട്, നെയ്യ് കുറച്ചിടുന്നവരുണ്ട്, കൂടുതൽ. അങ്ങനെ അളവിലും തൂക്കത്തിലുള്ള വ്യത്യാസം, ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ, അതാണ് ഓരോ പൊങ്കാല പായസവും വ്യത്യസ്തമായിരിക്കും. ഞാൻ ഇടുന്ന പോലെ ആയിരിക്കില്ല അടുത്ത ആൾ ഇടുന്ന പോലെ വേറൊരാൾ. അപ്പോൾ അതെല്ലാവരും ടേസ്റ്റ് ചെയ്താൽ വ്യത്യാസം അറിയാൻ പറ്റും. അപ്പോൾ അമ്മയ്ക്ക് നമ്മൾ സമർപ്പിക്കുകയാണല്ലോ പൊങ്കാല. അങ്ങനെ അറ്റുകാലമ്മയ്ക്ക് വേണ്ടിയിട്ട് സർവ്വവും മറന്ന് ഈ വേനൽ ചൂടിനെല്ലാം അതിജീവിച്ചുകൊണ്ട്, അത് ഭക്തിക്ക് മുന്നിൽ ഒന്നുമല്ല. നമ്മളെല്ലാവരും ഇവിടെ കുറച്ച് തണലുണ്ടെന്ന് വേണമെങ്കിലും പറയാം. പക്ഷേ അല്ലാതെ ക്ഷേത്രമുറ്റത്തും പരിസരങ്ങളിലും ഒക്കെ ഇരിക്കുന്ന നട്ടു റോഡിൽ കൊടും വെയിലിൻ്റെ താഴെ ഇരുന്ന് തന്നെ പൊങ്കാല ഇടുന്ന ആൾക്കാരുണ്ട്. ഒരു കുഴപ്പമില്ല. കാര്യം ഭക്തി അതിനെല്ലാം മറികടക്കുന്നൊരു വികാരമാണ്. അപ്പോൾ പൊങ്കാല എന്ന് പറഞ്ഞാൽ ആറ്റുകാലമ്മയ്ക്ക് വേണ്ടി കൊടുക്കുന്നൊരു സമർപ്പണമാണ്. ഞങ്ങളുടെ ഈ സ്ത്രീകളെല്ലാവരും ചേർന്ന് സമർപ്പിക്കുന്ന പൊങ്കാലയുടെ എൻ്റെ 2 കലം ആയിക്കഴിഞ്ഞു. അനുക്കുട്ടിയുടെ പാൽപ്പായസമാണ്, കുറച്ച് കുറുകാനുണ്ട്, വറ്റാനുണ്ട്, ബാക്കിയെല്ലാം ആയിക്കഴിഞ്ഞു. ഇത് ചെറിയ തീയിൽ കിടന്ന് കറക്റ്റായിട്ട് ആയിക്കോളും. അടച്ചിട്ടാൽ മതി. തീയെല്ലാം പിടിച്ചിട്ടിട്ടുണ്ട്. അതിൽ ഏലക്ക ഞാൻ ചേർക്കാറില്ല. സാധാരണ പാൽപ്പായസം ഏലക്കയൊന്നും അത് 2 രീതിയിലും ചെയ്യാം. ഏലക്ക പാലും പഞ്ചസാരയും നെയ്യൊക്കെ ചേർത്തും ചെയ്യാം, വെണ്ണയൊക്കെ ഇട്ട് ചെയ്യാം. എന്നത് കുറുകാനായിട്ട് അവിടെ ഇടാൻ പോവാണ്. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു. ഇനി അകത്തേക്ക് പോയി കുറച്ച് നേരം റിലാക്സിങ്. എന്നിട്ട് ചോറ് കറികളെല്ലാം റെഡി ആയിട്ടുണ്ട്, അതെല്ലാം എടുത്ത് വെക്കണം. എല്ലാവർക്കും ഇന്ന് നേരത്തെ ഭക്ഷണം സ്റ്റാർട്ട് ചെയ്യണം. കാര്യം 1:15 താളിപ്പ്, അതായത് നിവേദ്യത്തിന് പൂജാരി ഇങ്ങനെ തീർത്ഥജലം കുടയാനായിട്ട് വരും. അതിന് മുന്നേ ഭക്ഷണമൊക്കെ കഴിച്ച് തീരണം എല്ലാവരും. അപ്പോൾ ഞാനിനി അതിൻ്റെ ആ കാര്യങ്ങൾക്കായിട്ട് പോകുന്നു. എൻ്റെ പൊങ്കാല അടുപ്പുകളിൽ നിന്നെല്ലാം മാറ്റി വെച്ചിട്ട് പോകും. അനുക്കുട്ടിയുടെ മെത്തേഡിൽ തന്നെ ചെയ്യുകയാണ്. ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ കരിയെല്ലാം ഉടുപ്പിലൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. 3 കലം ഒരേ സമയം ചെയ്യുന്നതിൻ്റെ ആ ഒരു വെപ്രാളവും ടെൻഷനും ഒക്കെ ആയിരുന്നു. എന്നാലും എല്ലാം മംഗളമായി കഴിഞ്ഞു. നന്നായിട്ട് വാർത്തിട്ടുണ്ട്. കുറച്ച് നേരം ഒന്ന് ഇരുന്നിട്ട് ഞാൻ ആ കിച്ചൻ്റെ ഭാഗത്തേക്ക് പോകണം. എല്ലാം ഭക്ഷണമൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കാം. ഇപ്പോൾ സമയം 11:30. 1:15 താളിപ്പ്. അപ്പോൾ 12 മണി തൊട്ട് 1 മണി വരെ ഭക്ഷണം കഴിക്കാനായിട്ട് മാറ്റി വയ്ക്കണം എല്ലാവരും. ഇനി അങ്ങോട്ട് പോവാം. കേറ്ററിംഗ് കിച്ചണിൽ വെച്ചാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയത്. എല്ലാം ഉണ്ടാക്കിയത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് നോക്കിക്കോളൂ. ഇത് പരിപ്പുണ്ട്. ഇപ്രാവശ്യം പരിപ്പും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. പരിപ്പും പപ്പടവുമുണ്ട്. ചോറ്, തോരൻ, സാമ്പാർ, പപ്പടം, കിച്ചടി, വെള്ളരിക്ക കിച്ചടി, മാങ്ങ അച്ചാർ, പുളിശ്ശേരി, പിന്നെ പൈനാപ്പിൾ പുളിശ്ശേരി, അവിയൽ, എല്ലാം റെഡി. അതിന് ചോറ്, പരിപ്പ്, സാമ്പാർ, അച്ചാർ, മാങ്ങാക്കറി, തോരൻ, മിക്സ്ഡ് വെജിറ്റബിൾ തോരൻ, അവിയൽ, കിച്ചടി, വെള്ളരിക്ക, പൈനാപ്പിൾ പുളിശ്ശേരി, പപ്പടം, എല്ലാം റെഡിയാണ്. എല്ലാവരെയും കഴിക്കാനായിട്ട് ക്ഷണിക്കാൻ പോവുകയാണ്.
അപ്പോൾ സമയമായി പൊങ്കാല നൈവേദ്യത്തിൻ്റെ തളിക്കാനായിട്ട് പോറ്റി വന്നുകൊണ്ടിരിക്കുന്നു. 1:15 സമയം. അപ്പോൾ നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആണ്. ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു തുള്ളി തീർത്ഥം വീണ് കഴിഞ്ഞാൽ എല്ലാം മംഗളമായി. അപ്പോൾ ദേവി സ്വീകരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. നല്ലൊരു അനുഭവം. പിന്നെ ഇവിടെ അവിടെ നോക്ക് 101 കലത്തിലെ വെള്ളച്ചോറ് എല്ലാം നിരത്തി വെച്ചിരിക്കുന്നു. പിന്നെ നമ്മുടെ എല്ലാം അടച്ചു വെച്ചിരിക്കുന്നു. പണ്ടപ്പുറ്റുണ്ട്. ഇവിടെ പ്രധാന വഴിപാടെന്ന് പറയുന്ന ഒന്ന് ശർക്കര പായസം, പിന്നെ വെള്ളപ്പായസം എന്ന് പറഞ്ഞാൽ ചോറും അരിയും തേങ്ങയും, പിന്നെന്താ ഉപ്പൊന്നും ചേർക്കാൻ പാടില്ല. പിന്നെ മണ്ടപ്പുറ്റ്, അത് തല സംബന്ധമായി അസുഖങ്ങളുള്ള ആൾക്കാർക്ക് തലവേദന അങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം ചെയ്യും. പിന്നെ അതിലിങ്ങനെ രൂപങ്ങളൊക്കെ വെച്ചിട്ട് മൂക്ക് കണ്ണൊക്കെ വെച്ചിട്ട് അങ്ങനെ ഷേപ്പ് ചെയ്തിട്ടൊക്കെ ആൾക്കാർ ചെയ്യാറുണ്ട്. പിന്നെ ഉള്ള പൊങ്കാല നൈവേദ്യം എന്ന് പറഞ്ഞാൽ തെരളിയാണ്. ഇവരെല്ലാവരും തെരളി ഇതേ അപ്പോൾ മേളിൽ കൂടി ഇങ്ങനെ ഒരു പുഷ്പ വിമാനമാണ് പറക്കുന്നത്. അത് പൂക്കൾ വർഷിക്കാനാണ്. അത് ക്ഷേത്ര പരിസരത്തെല്ലാം മേളിൽ നിന്നും പുഷ്പങ്ങൾ ഇങ്ങനെ ആ പ്ലെയിനിൽ വന്നിട്ടിടും, ലോ ആയിട്ട് ഫ്ലൈ ചെയ്ത്. അതൊക്കെ ഒരു ആചാരത്തിൻ്റെ ഭാഗമാണ്, ഒരു റൊട്ടീൻ. പക്ഷേ ഇപ്പോൾ ഇതുവഴി ഇങ്ങനെ പോയി. അത് നമുക്കിവിടെ പൂക്കളൊന്നും കിട്ടിയില്ല, പക്ഷേ പാസ് ചെയ്ത് പോയി. ഇനിയിപ്പോൾ സമയമായി, ഇത് വരും, തളിക്കും. തീർത്ഥം തളിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പിന്നെ പോകുന്ന തിരക്കിലാണ്, ഓട്ടം. അപ്പോൾ ഇവിടെ ഇവരെല്ലാവരും മണ്ടപ്പുറ്റുണ്ട് ഒരാൾക്കല്ലേ? 2 പേർക്കുണ്ട്. മണ്ടപ്പുറ്റുണ്ട്, പിന്നെ തെരളിയുണ്ട്, പായസമുണ്ട്. 3 കാര്യങ്ങളുണ്ട്. നിങ്ങൾ വെള്ളപ്പായസം ഇട്ടിട്ടില്ല അല്ലേ? എല്ലാവരും ശർക്കര പായസമാണ്. ഞാൻ വെള്ളപ്പായസം ഉണ്ട്. അപ്പം നമുക്ക് 3 എണ്ണമാണ്. ഒന്ന് ഞാനിടുന്ന സ്ഥിരമായി ഇടുന്നതും ശർക്കര പായസം, അനുക്കുട്ടി സ്ഥിരമായി ഇടുന്ന പാൽപ്പായസം, പാർവതിക്ക് വേണ്ടിയിട്ട് വെള്ളപ്പായസം. ഇങ്ങനെ കഴിഞ്ഞു, തളിച്ച് കഴിഞ്ഞ് ഇനി എല്ലാവരും തിരിച്ചു പോകുന്ന തിരക്കിലാവും. ഞാൻ അകത്തേക്ക് കൊണ്ടുപോകണം പായസം. അപ്പടാ ഓക്കെ, അകത്തേക്ക് കൊണ്ടുപോകാം. അങ്ങനെ 3ാമത്തെ പായസം, എല്ലാ പായസവും എടുത്തു കഴിഞ്ഞു. എല്ലാവരും തിരിച്ചു പോകുന്ന തിരക്കിലാണ്. പാക്കിങ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന പോലെ എല്ലാവരും തിരിച്ചു പോകാനായിട്ട് എല്ലാവരും തമ്മാനൂർ ബസ് സ്റ്റോപ്പിലോ കിഴക്കേക്കോട്ടയിലോ ഒക്കെ ആയിട്ട് സ്പ്ലിറ്റായിട്ട് പോകും. പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണ് കേട്ടോ. കോലിയക്കോട്, പോത്തൻകോട്, പാലോട്, എല്ലാ സ്ഥലത്തുനിന്നും ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ആറ്റുകാലമ്മയ്ക്ക് ആത്മസമർപ്പണം നടത്തിയ എല്ലാ സ്ത്രീകളും ഇനി വീടുകളിലേക്ക് പോയി കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ പൊങ്കാല ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. എൻ്റെ മക്കൾക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി, അല്ലാതെ ഒരു ഫോക്കസ് ചെയ്ത് അങ്ങനെയല്ല ഞാൻ പ്രാർത്ഥിച്ചത്. എല്ലാവർക്കും നല്ലത് വരണേന്ന് പ്രാർത്ഥിച്ചു. പിന്നെ ഇന്നിപ്പോൾ അനുക്കുട്ടിയോ വിഷ്ണുവോ കുടുംബങ്ങളോ അല്ലെങ്കിൽ പാർവതിയുടെ കുഞ്ഞുങ്ങളോ ഒന്നും ഇവിടെ ഇല്ലല്ലോ. പക്ഷേ അശ്വിനും ആരുമില്ല. പക്ഷേ എങ്കിൽ അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് പൊങ്കാല ഇട്ടപ്പോൾ അവർക്കും എനിക്കറിയുന്ന എൻ്റെ സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും എനിക്കറിയാത്ത ഒരുപാട് ആൾക്കാർ, നേരിട്ടറിയാത്ത നമ്മുടെ യൂട്യൂബ് ഫാമിലി എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി പൊങ്കാല അതെല്ലാവർക്കും കൂടിയാണ് സമർപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ ടേസ്റ്റ് ചെയ്യാനും. എല്ലാവർക്കും വേണ്ടി ഞാൻ കഴിച്ചിട്ട് അപ്പോൾ ദേവിക്ക് സമർപ്പിച്ച് കഴിഞ്ഞു. തളിച്ച് കഴിയുമ്പോൾ അതാണ് നമ്മുടെ സങ്കല്പം. ഇതാണ് ശർക്കര പായസം. ഞാൻ പറഞ്ഞല്ലോ, അതിങ്ങനെ ഇരുന്ന് നല്ല സെറ്റായിട്ടിരിക്കുന്നുണ്ട്. ആ ഒരു കലത്തിൻ്റെ ചൂടിൽ ഇനി നമ്മുടെ വെള്ളപ്പായസം അതും നല്ല കറക്റ്റായിട്ട് അതെടുത്തു. പിന്നെ പാൽപ്പായസം അനുക്കുട്ടിയെ ഓർമ്മിച്ചുകൊണ്ട് ഞാൻ പാൽപ്പായസം എടുക്കുന്നു. എല്ലാ മക്കളെയും ഓർമ്മിക്കുന്നു, എല്ലാവരെയും ഓർക്കുന്നു. കുറുകി കഴിഞ്ഞു, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. പാൽപ്പായസത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ദേവി അമ്മേ നാരായണ, ദേവി നാരായണ. വെരി സ്വീറ്റ്. അമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ എല്ലാം സ്വാദാണ്. നമ്മളെല്ലാവരും പല
എല്ലാവരും ഉണ്ടാക്കും, എല്ലാം വ്യത്യസ്തമായ രുചിയിലാണ് വരുന്നത്. അപ്പം എല്ലാം നല്ലത് തന്നെയാണ്. ഇനി ശർക്കര പായസം. ഗംഭീരമായിട്ടുണ്ട്. ധാരാളം നെയ്യൊക്കെ ചേർത്ത് തന്നെ ഗുണമുണ്ട്. ഇനി വെള്ളപ്പായസം. ഓക്കെ, നല്ല കുത്തരി ചോറ്, ചമ്പ പച്ചരിയാണ്, നിറയെ തേങ്ങയുണ്ട്, വെരി ടേസ്റ്റി, നല്ല വെന്തിട്ടുണ്ട് ഇതെല്ലാം തന്നെ. ഓക്കെ, എല്ലാ വർഷവും മുടങ്ങാണ്ട് ഇങ്ങനെ ഇടാൻ പറ്റുന്നതിനൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കുകയാണ്. അമ്മ അനുഗ്രഹിക്കുന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ. ആറ്റുകാലമ്മയ്ക്ക് അങ്ങനെ അനുഗ്രഹിച്ചാൽ മാത്രമേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇത് പറ്റുന്നുണ്ട്, വർഷങ്ങളായി ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്ത വർഷവും ചെയ്യണമെന്ന് മനസ്സാഗ്രഹിക്കുന്നു ഈ സമയത്ത്. എന്നിട്ട് ഈ സമയത്ത് ഞാൻ വേറൊരാളെ കുറിച്ച് കൂടി ആലോചിക്കണം, നമ്മുടെ അഭിരാമിനെ കുറിച്ച് പറയാനാണെങ്കിൽ, അഭിരാം ആണ് ഈ പാട്ടിൻ്റെ ഗായകൻ, അതിൻ്റെ കംപ്ലീറ്റ് മ്യൂസിക്, എവറിത്തിങ്, ഓൾ ഇൻ ഓൾ ആണ് അഭിരാം. നമ്മുടെ പൊങ്കാല വീഡിയോസിൽ കേൾക്കുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു ഇമ്പമേറിയ ഗാനം, നമുക്ക് ഭയങ്കര ഫീലാണ് ആ പാട്ട് കേൾക്കുമ്പോൾ. അഭിരാം എല്ലാ വർഷവും വരാറുണ്ട്, പക്ഷേ ഇപ്രാവശ്യം അഭിരാം ഇല്ല സ്ഥലത്ത്. അഭിരാം എന്നോട് പ്രത്യേകം പറഞ്ഞു, എന്നെക്കുറിച്ച് മാം പറയണം എല്ലാവരോടും. കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഈ പൊങ്കാല സമയത്ത് എന്നോടൊപ്പം, മാമിനോടൊപ്പം ഇവിടെ ആറ്റുകാൽ അമ്മയുടെ സന്നിധിയിൽ തന്നെ ഉണ്ടായിരുന്നു, പ്രാർത്ഥനയും എല്ലാം ആയിട്ട് പങ്കെടുത്തിരുന്നു. അതിൻ്റെ അനുഗ്രഹം കൊണ്ടാണോ എന്നറിയില്ല, ഈ വർഷം ഈ സമയത്ത് തന്നെ ഗുജറാത്തിൽ ഒരു നല്ലൊരു കച്ചേരി കിട്ടിയിട്ടുണ്ട്, അതിന് പങ്കെടുക്കാനാണ് പോയത്. അപ്പോൾ ഒരു നല്ലൊരു പ്രോഗ്രസീവായിട്ടുള്ള കാര്യത്തിനാണ് പോയിരിക്കുന്നത്. അപ്പോൾ ദേവി അമ്മ അനുഗ്രഹിച്ച് കിട്ടിയ ഒരു വരദാനം പോലെ കിട്ടിയ നല്ലൊരു കൺസേർട്ടാണെന്ന് പറഞ്ഞു ഈ ഒരു കച്ചേരി. അപ്പോൾ അതിന് വേണ്ടി പോയതാണ്. അപ്പോൾ എല്ലാവരോടും അന്വേഷണം പറയാൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു മോമെൻറ്റ് കഴിഞ്ഞ വർഷം അഭിരാം വന്നതൊക്കെ ഞാൻ ഒന്നുകൂടി ഒന്ന് ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക്, അഭിരാമിനെ ഒന്നുകൂടി കാണാനായിട്ട്. അഭിരാമിൻ്റെ പാട്ടും. ആറ്റുകാലം മേ ദേവി ഭഗവതി കരുണാമയീ നീയേ, പൊങ്കാലയർപ്പിക്കാൻ എത്തിടുമെന്നെ നീ കാത്തരുളിടണേ, ദേവി കാത്തരുളിടണേ. ആറ്റുകാലം മേ ദേവി ഭഗവതി കരുണാമയീ നീയേ. ഇത് ഞാനിട്ടതല്ല, നമ്മുടെ സുഹൃത്തുക്കൾ ഇട്ടതാണ്. ഇത് മണ്ടപ്പുറ്റ ഒരു തരം, ഇത് മണ്ടപ്പുറ്റ വേറൊരു തരം. ഞാൻ പറഞ്ഞില്ലേ, പലരും പല രീതിയിൽ ചെയ്യും. ഇത് തെരളി ഇങ്ങനത്തെ ഷേപ്പിലുണ്ട്, ഇങ്ങനത്തെ ഷേപ്പ്. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിൽ ഉണ്ടാക്കും, പക്ഷേ എല്ലാം ഭയങ്കര സ്വാദാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയാലും ഭക്തിപൂർവ്വം നമ്മൾ വൃത്തിയോടുകൂടി കൊടുക്കുക എന്നുള്ളതാണ്. അമ്മയ്ക്ക് കൊടുക്കുമ്പോൾ ആ ഒരു രീതി, അത് ഇവരൊക്കെയാണ് എനിക്കിത് തന്നിരിക്കുന്നത്. ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് കഴിക്കാൻ പോകുന്നത്. അടിപൊളിയായിട്ടുണ്ട്, ഞാൻ എല്ലാം ടേസ്റ്റ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. മണ്ടപ്പുറ്റും ഞാൻ എൻ്റെ പായസം അവർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നു, വെള്ളച്ചോറ് എല്ലാം. പരസ്പര സഹകരണ സംഘം, ഷെയറിങ്. അതാണ് ഒരു സന്തോഷം, ഒരു കൂട്ടായ്മയും കൂടിയാണ് ഈ പൊങ്കാല എന്നൊക്കെ പറയുമ്പോൾ. അങ്ങനെ ഭക്തിയിൽ അലിഞ്ഞ അനന്തപുരിയായിരുന്നു ഈ ദിവസങ്ങളിലെല്ലാം. അപ്പോൾ ഇന്ന് ആ ഒരു മംഗളകർമ്മം കഴിഞ്ഞിരിക്കുകയാണ്. ഈ പൊങ്കാല ദിവസത്തിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടമാണ് എല്ലാവരും. കുറേ ദിവസങ്ങളായിട്ട് അതിനുള്ള തയ്യാറെടുപ്പ്. കഴിഞ്ഞ 10 ദിവസമായിട്ട് ഒരു ഉത്സവ നഗരി തന്നെയാണ് തിരുവനന്തപുരം എന്ന് പറയുന്ന ഈ പ്രദേശമെല്ലാം തന്നെ, ക്യാപിറ്റൽ സിറ്റി. അപ്പോൾ എല്ലാവരും യാത്ര പറഞ്ഞു പോയി. വളരെ ഐശ്വര്യത്തോടു കൂടി എല്ലാവർക്കും വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം. എല്ലാവർക്കും നന്മ വരട്ടെ. അപ്പോൾ എനിക്കും ഭംഗിയായിട്ട് പൊങ്കാലയിടാൻ സാധിച്ചു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇനി അടുത്ത വർഷം ഇതേപോലെ പൊങ്കാലയിടാൻ സാധിക്കട്ടെ, അമ്മ സഹായിക്കട്ടെ, ആറ്റുകാലമ്മ. അപ്പോൾ സന്തോഷം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. ലോകത്തിൻ്റെ പല കോണുകളിൽ ഇരുന്നാണ് നിങ്ങളിത് വീക്ഷിക്കുന്നതെന്ന് എനിക്കറിയാം, പല സ്ഥലത്തു നിന്നും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് പൊങ്കാല ഇട്ട ആ ഒരു ഫീല് കിട്ടട്ടെ. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ആറ്റുകാലമ്മയുടെ അനുഗ്രഹവും ഉണ്ടാകും തീർച്ചയായിട്ടും. അപ്പോൾ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.